എല്ലാവർക്കും നമസ്കാരം. IFBHന്റെ 1386 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമ്മള് സേട്ട് സാറിനോടൊപ്പമാണുള്ളത്. സാർ എത്തിയിട്ടില്ല അല്ലേ? എങ്കിലും സാറിനെ കുറിച്ചുള്ള ഡോക്ടർ എ ഇസ്മായിൽ സേട്ട് സാറ് നമ്മുടെ IFBHന്റെ പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പളാണ്. 52 വർഷത്തെ ചികിത്സാ പരിചയമുള്ള സാറിനോടൊപ്പം ഇന്ന് നമ്മൾ സന്ധിഭാഗത്തെ കുറിച്ചുള്ള ഒരു ചർച്ച, ചോദ്യോത്തര വേളയാണ്. ചർച്ചയിൽ ചോദ്യോത്തര വേളയാണ്. എല്ലാവരും അതിനായിട്ടൊന്ന് ഒരുങ്ങുക. സാർ എത്തിയിട്ടില്ല. അതുവരെ ധനേഷ് ഡോക്ടറെ ഇൻട്രൊഡക്ഷനായിട്ട് ധനേഷ് ഡോക്ടർ ഉണ്ടോ? നമ്മള് പ്രധാനമായും ആർത്രൈറ്റിസിനെ കുറിച്ച് കഴിഞ്ഞൊരു ദിവസം സാർ ഒരു ചർച്ച നടത്തിയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആർത്രൈറ്റിസിൽ മാത്രമല്ല ഈ വേദിക്ക് ആൾക്കാർക്ക് ചോദിക്കാൻ പറ്റുന്ന എല്ലാ ചോദ്യങ്ങളും ചോദിക്കാവുന്നതാണ്. പക്ഷെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം ഓർക്കാതെയാണ് നമ്മൾ പെട്ടെന്ന് സാറിനെ ഫിക്സ് ചെയ്തത്. അത് കഴിഞ്ഞാണ് ഓർത്തത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു ഈദ് സെലിബ്രേഷന്റെ ഡേ ആണ്. അപ്പം സാർ അവിടെ തിരക്കിലാന്ന് തോന്നുന്നു. ഞാനിപ്പോ വിളിച്ചപ്പോഴും ഫോൺ എൻഗേജ്ഡ് ആണ്. അപ്പൊ എന്തായാലും സാറ് വരാതിരിക്കില്ല, വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണെന്നുള്ളത് ഇപ്പൊ ഒരു ചെറിയ കൺഫ്യൂഷനിൽ നിൽക്കുന്നു. നമ്മള് ഈ വേദിയിൽ എല്ലാവിധ വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഇന്നിപ്പോ ഹരീഷ് ഡോക്ടർ ആണെങ്കിൽ ക്ലാസിക്കൽ മെത്തേഡിൽ എങ്ങനെയാണ് ഡോക്ടർ വളരെ കോൺഫിഡൻസോടെയാണ് ഡോക്ടറുടെ ഓരോ കേസും പ്രസന്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഓരോ കേസുകളും നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോഴും നമുക്ക് അതുകൊണ്ടുള്ള നേട്ടങ്ങളും ഭയങ്കര ഗുണങ്ങളും ഉണ്ടാവും. അപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ തന്നെ ഈ വേദിയിൽ ഒരു കേസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഒരു ദിവസം പെട്ടെന്നൊരു വയറുവേദന, ഇൻഗ്വൽ ഹെർണിയ ഉള്ള പേഷ്യൻ്റാണ്. പെട്ടെന്ന് വൈകിട്ട് വന്നു. അപ്പൊ വൈകിട്ട് വന്നപ്പോഴത്തേക്ക് നല്ല വേദനയാണ്. അതുകൊണ്ട് അവര് ഏകദേശം ഒരു 30 കിലോമീറ്റർ വണ്ടി ഓടിച്ചാണ് കൊണ്ടുവന്നത്. കാരണം ഹോമിയോപ്പതി മാത്രമേ അവർ കഴിക്കുന്നുള്ളൂ. അപ്പൊ അന്ന് ഞാനിങ്ങനെ സാധാരണ ഇത് പെട്ടെന്ന് വേദന കാണുമ്പോൾ നമ്മൾ വേദന ഗുളികകൾ എന്നുള്ള രീതിയിൽ ഹോമിയോപ്പതി മെഡിസിൻസ് കൊടുക്കാറുണ്ട്. പക്ഷെ ആ സമയത്ത് എനിക്ക് സംസാരത്തിനിടയിൽ പെട്ടെന്ന് ഒരു കാര്യം മനസ്സിലായി. എപ്പോഴാണ് ഇതിങ്ങനെ വേദന തുടങ്ങിയതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ കൂടെ നിന്നവർ പറഞ്ഞു, ഡോക്ടറെ അതേ അമ്മ കുറേ നേരമായിട്ട് അമ്മയുടെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ഫ്രണ്ട് എന്താണ് സംസാരിച്ചതെന്ന് വെച്ചാൽ അത് കേട്ട് കഴിഞ്ഞപ്പം അമ്മ ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. ആകെപ്പാടെ സങ്കടകരം. അവരുടെ മകൻ അമ്മയോട് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെ ഒരു വിഷമത്തിലിരിക്കുകയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ വയറുവേദനയും ഗ്യാസ് കയറ്റവും ഒക്കെ ഉണ്ടായത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് ശരിക്കുള്ള ഹോമിയോപ്പതി എന്ന മെഡിസിന്റെ ആ കറക്റ്റുള്ള എവിടെയാണ് അടിക്കേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് കിട്ടി. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഞാൻ ഈ വേദിയിൽ പറഞ്ഞിരുന്നു, ഞാൻ ഇഗ്നീഷ്യ കൊടുത്ത് വിട്ടിരിക്കുകയാണ്. നാളെ അതിന്റെ അടുത്ത ദിവസം റിസൾട്ട് അറിയാം. ഇന്ന് അവർ വന്നിരുന്നു. ഡോക്ടറെ വീട്ടിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ വേദനയെല്ലാം മാറി. ഞാൻ പിന്നെ സുഖമായിട്ട് അല്പം ഭക്ഷണവും കഴിച്ച് കിടന്നുറങ്ങി. അപ്പൊ ഇതാണ് ഹോമിയോപ്പതി. അപ്പോൾ ഹോമിയോപ്പതി എന്ന് പറയുന്ന ചികിത്സാ സമ്പ്രദായം എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നുള്ളതിനും എന്താണ് കാരണം എന്നുള്ളതിനും ഒക്കെ പ്രസക്തിയുണ്ട്. നമ്മൾ ഓരോ കേസിലോട്ട് ഇറങ്ങുമ്പോഴും ആ കേസിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയും ആ രോഗിയിൽ നിന്ന് നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം കിട്ടിയതിന് ശേഷം മാത്രം പ്രിസ്ക്രിപ്ഷനിലോട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ സക്സസ്ഫുൾ ആകാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു കേസ് ഞാൻ ഈ വേദിക്ക് സമ്മാനിക്കാനുണ്ടായ ഒരു കാരണം ഇതുകൊണ്ട് തന്നെയാണ്. കാരണം ഹോമിയോപ്പതി എത്ര ഫാസ്റ്റ് ആണ് എന്ന് നമുക്കറിയാം. അതേസമയം ഈ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ആ സമയത്ത് വിട്ടിട്ട് വേറെ ഹോസ്പിറ്റലാണ് അവർ കയറിയിരുന്നെങ്കിൽ അപ്പം തന്നെ അവരവിടെ അഡ്മിറ്റ് ചെയ്യുകയും സ്കാൻ ചെയ്യുകയും അതുപോലെ തന്നെ വേദന സംഹാരി ആയിട്ടുള്ള ഇഞ്ചെക്ഷൻസ് കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഈ രോഗിക്ക് ആശ്വാസം കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പം ഇതാണ് നമ്മളുടെ ഒരു പ്രത്യേകത. ഹോമിയോപ്പതി ചികിത്സയിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ
വ്യക്തമായി കേസ് മനസ്സിലാക്കുക, വ്യക്തമായിട്ട് കേസ് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് ഓരോ രോഗിയെയും വ്യത്യസ്തമായിട്ട് തന്നെ കാണണം നമ്മൾ. എല്ലാ കേസും ഒന്നല്ല. ഇപ്പൊ ഹെർണിയ കേസുകൾ ഇപ്പൊ റൈറ്റ് സൈഡിൽ നമുക്കറിയാം. റൈറ്റ് സൈഡിൽ വന്നാൽ സാധാരണഗതി നമ്മൾ കൊടുക്കുന്നത് ലൈക്ക് പോഡിയം കാലികാർബ് അല്ലെങ്കിൽ റൈസ് ബ്രയോണിയ, ഇങ്ങനെ റൈറ്റ് സൈഡിലെ മെഡിസിൻസിനെ കുറിച്ച് ചിന്തിക്കാം. ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ നക്സോമിക്ക ചിന്തിക്കാം, നേത്രമോദ് ചിന്തിക്കാം, ലാക്ടോസിസ് ചിന്തിക്കാം, റോസാറ്റിലൈറ്റ്, അങ്ങനെയുള്ള ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഇപ്പൊ പല പേഷ്യൻസും പറയും എനിക്ക് ഇടതുവശമായിരുന്നു ഹെർണിയ, ഞാനത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ വന്ന 1 മാസം പോലും ആയില്ല ഡോക്ടറെ, അത് വലതുവശത്തായി. അപ്പൊ ലെഫ്റ്റ് റൈറ്റ് ഷിഫ്റ്റ് വെച്ച് നമുക്ക് സ്വാഭാവികമായിട്ടും അവിടെ ആ രീതിക്കുള്ള മെഡിസിൻ കൊടുക്കാം. തിരിച്ചാണ് എന്താ വലതുവശമായിരുന്ന ഹെർണിയ, അത് ഓപ്പറേറ്റ് ചെയ്തിട്ട് 2 മാസമേ ആയുള്ളൂ, പെട്ടെന്ന് തന്നെ ഇപ്പൊ ഇടതുവശത്ത് കൂടി വന്നു. ഇപ്പൊ അതുകൊണ്ട് എനിക്ക് ഇനിയിപ്പോ ഇത് തന്നെയാണ് കണ്ണിന്റെ കാര്യത്തിലും പലരും പറയുന്നത്. എനിക്ക് തിമിരം ഉണ്ടായിരുന്നു, അത് റൈറ്റ് സൈഡ് ആയിരുന്നു, അത് ഓപ്പറേറ്റ് ചെയ്തു ഒരു 4-5 വർഷമായി. ഇപ്പൊ എനിക്ക് ലെഫ്റ്റ് സൈഡും കാണാതെ ആയി. അന്ന് എനിക്ക് ലെഫ്റ്റ് സൈഡ് കാണാമായിരുന്നു. ഇപ്പൊ ഇവിടെയും നമ്മൾ സൈഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ ഓരോ കേസിലും ഹോമിയോപ്പതി ചികിത്സയിൽ നമ്മൾ ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമുക്ക് റിസൾട്ട് തരുന്നത്. ഒരിക്കലും നമ്മൾ ഒരു അലോപ്പതിക് മോഡ് ഓഫ് തിങ്കിങ്ങിൽ പോയാൽ നമുക്ക് ആ രീതിയിലുള്ള റിസൾട്ട് കിട്ടണമെന്ന് നിർബന്ധമില്ല. പിന്നെ പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്നത് അവരുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. എവിടെയും എക്സ്പീരിയൻസിനൊരു പ്രാധാന്യമുണ്ട്. അപ്പൊ ഇതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഈ രോഗിയുടെ ഫുഡ് മാനേജ്മെന്റ്, ഇപ്പൊ നമ്മൾ എല്ലാവരെയും അങ്ങോട്ട് വെജിറ്റേറിയൻ ആക്കി കളയാം എന്ന് വിചാരിക്കരുത്. വെജിറ്റേറിയൻസിന്റെ ഇടയിൽ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരിലുള്ളതുപോലെ തന്നെ പ്രശ്നങ്ങളുണ്ട്. അത്രയും ഇപ്പൊ ഒരു 60-40 എന്ന് വേണേൽ പറയാം. വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആൾക്കാർക്ക് 40% പേർക്ക് അസുഖങ്ങൾ വരുന്നുണ്ടെങ്കിൽ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് അത് 60% കാണാം. എന്ന് വെച്ചാൽ അത് മാത്രമാണ് സുരക്ഷിതം നമ്മൾ ചിന്തിക്കേണ്ട. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഉദാഹരണമായിട്ട് നമ്മൾ പല കേസുകളും ചോദിക്കുമ്പോൾ, ഇന്നൊരു 12 വയസ്സുള്ള ഒരു കുട്ടിയെ കൊണ്ടുവന്നു. അപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കരമായ ലൂക്കോറിയാണ്. ആ കുട്ടി ആകപ്പാടെ 25 കിലോയേ ഉള്ളൂ. അമ്മയാണെങ്കിൽ നല്ല ഏകദേശം ഒരു 80-85 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പം ആ ഒരു കേസിൽ നമ്മൾ കേസ് എടുക്കുമ്പോൾ അത് സിലീഷ്യാണ് വന്നത്. അപ്പം ഓരോ കേസ് എടുക്കുമ്പോഴും നമ്മൾ ആ കേസിൽ വേണം ശ്രദ്ധിക്കാൻ. ബാക്കിയുള്ളതെല്ലാം സെക്കൻഡറി ആണ്. ഈ കുട്ടിക്ക് മെൻസസ് തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷമായി. പക്ഷെ ഭയങ്കരമായ ഇതാണ്. അപ്പൊ അവര് പറയുന്നത് അത് തുണിയിലൊക്കെ പറ്റി 2-3 പ്രാവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലൊക്കെ അത് പറ്റുന്ന ഭാഗത്ത് സുഷിരങ്ങൾ വീഴുമെന്നാണ്, അണ്ടർ ഗാർമെന്റ്സിലൊക്കെ. അപ്പം ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ. അപ്പൊ ചില കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും നന്നാവുന്നില്ല, ക്ഷീണിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളത് കുട്ടി ഒരുവിധം കഴിക്കുന്നുണ്ട്. ആ കൊച്ചു തന്നെ പറയുന്നുണ്ട്, ഡോക്ടറെ എനിക്ക് വണ്ണം വെക്കണമെന്ന് എല്ലാവരും പറയുന്നു, അമ്മ പറയുന്നു. എന്താ ഞാനെന്നാ കഴിക്കുന്നുണ്ട്, കഴിച്ചിട്ട് നന്നാവുന്നില്ല. അപ്പൊ അവിടെ നമുക്ക് ഞാൻ നല്ലപോലെ കഴിക്കുന്നുണ്ട്, പക്ഷെ കഴിച്ചിട്ട് നന്നാവില്ലെന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് അയഡം വരുന്നുണ്ട്, ലൈക്കോപോഡിയം വരുന്നുണ്ട്, സൾഫർ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള മെഡിസിൻസിലോട്ടൊക്കെ പോകാവുന്നതാണ്. അപ്പം ഇത് ചില കേസുകളിൽ നമ്മൾ ഓർമ്മയിൽ നിന്ന് പറഞ്ഞതേ ഉള്ളൂ. സാറ് വന്നിട്ടില്ല അല്ലെ? എത്തിയിട്ടുണ്ടോ? സാർ വന്നിട്ടില്ല. അപ്പം നമുക്ക് നമുക്ക് ലതാ മനോഹരൻ ഡോക്ടറെ ഒന്ന് വിളിക്കാം, കുറച്ച് സംസാരിക്കാം. ഞാൻ അപ്പോഴത്തേക്ക് സാറിനെ ഒന്ന് വിളിക്കാം. അൺമ്യൂട്ട് ചെയ്യണം. ലതാ മനോഹരൻ ഡോക്ടറെ നോക്കട്ടെ. ലതാ മനോഹരൻ ഡോക്ടർ ചികിത്സാനുഭവം എന്തെങ്കിലും ഒന്ന് ഇവിടെ വിവരിക്കാം. ഡോക്ടറെ നമസ്കാരം. എല്ലാ ഡോക്ടർമാർക്കും നമസ്കാരം. ചികിത്സാനുഭവങ്ങളെ പറ്റി ഇപ്പം ആർത്രൈറ്റിസ് ആണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇന്നത്തെ വിഷയം. അതിന്റെ സംശയങ്ങൾ ചോദിക്കാന്ന് ഓർത്തിരിക്കുകയായിരുന്നു. അപ്പം
ചികിത്സാനുഭവങ്ങൾ പറയുകയാണെങ്കിൽ എന്താ പറയാ, നമുക്ക് തണുപ്പ് കാലത്ത് ഉണ്ടാകുന്ന കൂടുതൽ ജോയിന്റ് പെയിന്, മസിൽ പെയിന്, അതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് ഒരു ഡിസ്കഷൻ പോലെ പറയാം. പിന്നെ തണുപ്പ് കാലത്ത് കൂടുതൽ നമ്മൾ റെസ്റ്റോക്സ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. പിന്നെ പെട്ടെന്നുള്ള ചേഞ്ച്, ബെൽഡോണ അല്ല പെയിൻ ഒരു വരുമ്പം എങ്കിൽ ആ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ ഡൾക്കാമറ കൊടുക്കും നമ്മൾ. അപ്പം ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് തണുപ്പ്, മറ്റേത് മഞ്ഞ് കൂടുതൽ കൊണ്ടുള്ള തണുപ്പ്. പിന്നെ കുട്ടികളിൽ ഈ ക്രാമ്പിങ് പെയിൻ കൂടുതൽ കാണുന്നത് ആയിട്ട് ബന്ധപ്പെട്ട് അതൊരു ഗ്രോയിങ് പെയിൻ ആയിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. അപ്പൊ ഞാൻ മെഡിസിൻ, അതിന്റെ ഇൻഡിക്കേറ്റഡ് മെഡിസിൻ കൊടുക്കുന്നതിനോടൊപ്പം മൈക്രോസും കാൽക്കേരിയ ഫ്ലോറും കൂടെ കൊടുക്കാറുണ്ട്. ചില കേസിൽ കാൽക്കേരിയ ഫോസ് കൊടുക്കാറുണ്ട്. അപ്പൊ അതിനൊക്കെ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. പിന്നെ സിംറ്റം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നല്ല പ്രഷർ കൊടുക്കുമ്പോൾ കുറയുവാണെങ്കിൽ ബ്രയോണിയ എന്ന് നമ്മൾ തീരുമാനിക്കും. അതല്ല ഫസ്റ്റ് സ്റ്റെപ്പ് ഡിഫിക്കൽറ്റ്, പിന്നെ കണ്ടിന്യൂസ് സ്റ്റെപ്പ് നടക്കുമ്പോഴത്തേക്ക് വേദന കുറഞ്ഞു വരുന്നതായിട്ട്, കമ്പാരിറ്റീവ്ലി കുറഞ്ഞു വരികയാണെങ്കിൽ റെസ്റ്റോക്സ്, അങ്ങനെയാണ് ഞാൻ കൊടുക്കാറുള്ളത്. അത് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. പിന്നെ ചില ഇതിൽ റോഡോഡെൻഡ്രോൺ കൊടുക്കാറുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് വന്നിട്ട് ഈ പെയിൻ, മസ്കുലർ പെയിൻ, അതും എഫക്റ്റീവായിട്ട് കാണാറുണ്ട്. പിന്നെ ബ്രയോണിയ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ദാഹം കൂടുതലായിരിക്കും, ഇച്ചിരി മലപിടുത്തം കാണും, വിശപ്പും ദാഹവും ഒന്നും കാണുകയല്ല റെസ്റ്റോക്സിന്. പിന്നെ റൂട്ടായാണ് നമ്മുടെ കാലിന് പെയിൻ, എല്ലാ ജോയിന്റ്സിനും, ചെറിയ ജോയിന്റ്സിനൊക്കെയാണ് പെയിൻ കൂടുതലെങ്കിൽ റൂട്ടായാണ് നമ്മൾ കൊടുക്കാറുള്ളത്. പിന്നെ നല്ല റിസൾട്ട് കിട്ടാറുള്ളത്. പിന്നെ അതോടൊപ്പം വലിയ ജോയിന്റിനാണെങ്കിൽ റെസ്റ്റോക്സും, ചെറിയ സ്മാൾ എല്ലാ ജോയിന്റ്സിനും ആണെങ്കിൽ റൂട്ടായും കൊടുക്കാറുണ്ട്, സിൻഫൈറ്റും കൊടുക്കാറുണ്ട് ഞാൻ. അപ്പോൾ അതിനൊക്കെ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. പിന്നെ മൊത്തം ജനറലൈസ്ഡ് പെയിൻ, മസ്കുലർ ആൻഡ് ജോയിന്റ് പെയിൻ ഒരുമിച്ച് വരികയാണെങ്കിൽ ദാഹവും ഇല്ല, അത് അങ്ങനെയുള്ള പേഷ്യന്റിന് ഞാൻ ജെൽസീമിയാണ് കൊടുക്കാറുള്ളത്. ജെൽസിമിയം കൊണ്ട് ഒത്തിരി നല്ല റിസൾട്ട് കിട്ടാറുണ്ട് ഈ ജോയിന്റ് പെയിന്. അവർക്ക് ദാഹവും കാണത്തില്ല, ക്ഷീണമായിരിക്കും, ഭയങ്കര ക്ഷീണമായിരിക്കും. ഇതൊക്കെയാണ് ഞാൻ കൺസിഡർ ചെയ്യാറുള്ളത്. പിന്നെ പറയാനായിട്ട് ഇതൊക്കെയാണ് എൻ്റെ ഓർമ്മയിൽ ഇപ്പൊ വരുന്നത് ഡോക്ടറെ. ഇനി ഡോക്ടർ ഓർക്കാം, ഇനി ഓർത്ത് വരുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി അടുത്ത ഇതിൽ പറയാം. ശരി, താങ്ക് യു. രാജൻ ഡോക്ടർ ഉണ്ട്. രാജൻ ഡോക്ടർ എന്ന് അഡ്മിറ്റ് ചെയ്യാവോ ഡോക്ടറെ? രാജൻ ഡോക്ടർ, കെ രാജൻ ഡോക്ടർ അല്ലല്ലോ? അതെ അതെ, കെ രാജൻ ഡോക്ടർ അല്ലേ? രാജൻ RV. കെ രാജൻ ഡോക്ടർ അല്ലേ? അല്ല. സലീംകുമാർ ഡോക്ടർ ഉണ്ടല്ലോ, സലീംകുമാർ ഡോക്ടറെ അഡ്മിറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് നേരം ഇപ്പൊ കയറുള്ളൂ. എനിക്ക് എന്താണ് നടക്കണമെന്ന് അറിയില്ല. കുറച്ചു നേരം കഴിഞ്ഞിട്ട് കയറിക്കോളാം. ഇന്ന് ഇസ്മായിൽ സൈഡ് സാറിനോടൊപ്പം സന്ധിവാദത്തെ കുറിച്ചുള്ള ചോദ്യോത്തര വേളയാണ്. സാറ് ഈദായതുകൊണ്ട് ഇതുവരെ കയറിയിട്ടില്ല. അപ്പൊ നമ്മളുടെ ഓരോരുത്തരുടെയും ചികിത്സാ അനുഭവങ്ങൾ ഈ വിഷയത്തില് പറയുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഡോക്ടറുടെ അനുഭവങ്ങള് പറയാം. എനിക്കൊന്ന് പെട്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കയറുള്ളൂ. സന്ധിവാദത്തെ കുറിച്ച് മനസ്സിലായി. ഞാൻ ക്ലിക്കുന്ന ജസ്റ്റ് ഒന്ന് കയറിയിട്ടുള്ളൂ. ഞാൻ നോക്കിയിട്ട് പെട്ടെന്ന് ആലോചിക്കും. അല്ല, ഡോക്ടർ ആലോചിക്കുമ്പോഴത്തേക്ക് അപ്പൊ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് 1-2 കാര്യം പറയാം. ഈ ഇതുണ്ടല്ലോ, ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു മരുന്നാണ് OA നോസോഡ്. അടുത്ത കാലത്ത് ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങി, വളരെയധികം റിസൾട്ട് കിട്ടുന്നുണ്ട്. ഏതാ ഡോക്ടറെ? ഒന്നുകൂടെ പറഞ്ഞേ ഡോക്ടറെ. OA നോസോഡ്. നോസോഡ് 200 2 ഡോസ് ദിവസം വെച്ച് കൊടുക്കും. അതിനോടൊപ്പം
ഇപ്പൊ ഞാൻ മാക്ഫോസ് 30 കൂടെ 2 ഡോസ് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നല്ല റിലീഫ് കിട്ടുന്നുണ്ട്. ഒരു 1-2 പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് പിന്നെ അവർക്ക് വേദന വരുന്നില്ല. ഓക്കെ. അതേപോലെ തന്നെ ഈ ഹൗസ് നീ എന്നും പറഞ്ഞ് സ്ലാഗ് 30യും ഭയങ്കര മുട്ടുവേദന ആയിട്ട് വരുന്നവർക്ക് കൊടുത്തിട്ട് റിലീഫ് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ ONOS കൊണ്ട് അത്രയും ഇത് വരുന്നില്ല എങ്കിലും സ്ലാഗ് 30ക്ക് റിലീഫ് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒന്ന് പഠിച്ചത് കൊണ്ട് ഞാൻ എല്ലാവർക്കും ഇപ്പോൾ കിട്ടുന്ന ഒരു കേസാണ് ഈ പാനിക് അറ്റാക്ക്. അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ ഇപ്പം വരുന്നുണ്ടല്ലോ. അതിൽ ഞാൻ എനിക്ക് അനുഭവം കിട്ടിയത് വെച്ച് ഞാൻ പറയുകയാണ്, വരാതിരിക്കാനായിട്ട് മിമുലസും അർജന്റീൻ നൈട്രിക്കവും കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഫ്രീക്വൻസി കുറയും. പെട്ടെന്ന് ഈ പാനിക് അറ്റാക്ക് വരുന്നവർക്കെന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര ചിന്ത പോലും വരുമ്പം തന്നെ അത് പെട്ടെന്ന് അത് സിംറ്റമായിട്ട് വരുന്നുണ്ട്. ആ സിംറ്റം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ വയറങ്ങ് സ്തംഭിക്കുന്ന പോലെയാ തോന്നുന്നത്, പിന്നെ നെഞ്ച് പിടിക്കുന്ന പോലെ തോന്നും, തലയ്ക്ക് പെരുപ്പ് വരും, പിന്നെ ഒരു സ്തംഭനാവസ്ഥയാണ്, പിന്നെ എപ്പോഴും കക്കൂസി പോകണം എന്നുള്ള തോന്നൽ അവർ പറയും. അപ്പം അങ്ങനെയൊക്കെയുള്ള ശരിക്കും അറ്റാക്ക് ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള സിംറ്റംസ് കാണിക്കും. അപ്പം നമ്മൾ ആ സമയത്ത് അക്കോണൈറ്റും ആർണിക്കയും കൂടെ കൊടുത്താൽ ഗുണമുണ്ടാകും. അക്കോണൈറ്റാണ് കൂടുതൽ നല്ലത്. പിന്നെ ഞാൻ കൂടുതലും ചിന്തിക്കുന്ന അത് സ്ട്രെസ് ഹോർമോണിന്റെ ആക്ഷൻ ആണല്ലോ. സ്ട്രെസ് ഹോർമോണ് ബ്ലഡ് വെസിൽ കൺസ്ട്രിക്ട് ചെയ്യുന്നതെന്നാണ് കൊണ്ടാണ് ഈ സിംറ്റംസ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓക്സിജനേഷൻ ബ്രെയിനിലോട്ടും ഹാർട്ടിലോട്ടും കുറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ സിവിയർ ആയിരിക്കുന്ന കേസിൽ ആസ്പിഡോസ്പെർമ ഒരു 10 ഡ്രോപ്സ് കൊടുത്താലും വ്യത്യാസം വരുന്നുണ്ട്. അപ്പം എന്നിട്ട് അവർ കംപ്ലീറ്റ് റെസ്റ്റ് പറയുകയാണെങ്കിൽ ശരിക്കും 1 മണിക്കൂറിനുള്ളിൽ തന്നെ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കൺസ്ട്രക്ഷനിൽ നിന്ന് റിലീസാകാൻ പറ്റുന്നുണ്ട്. അത് എല്ലാവർക്കും ഇത് പ്രയോജനം ചെയ്യട്ടെ. ഞാനത് ചെയ്ത് പിന്നെ അനേകർക്കും കൊടുത്തിട്ട് ഗുണം കാണുന്നതുകൊണ്ടാണ് അതിപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പം ആ അക്യൂട്ട് സ്റ്റേജ് കഴിയുമ്പോൾ വീണ്ടും ഈ മെമുലസും അർജന്റീൻ നൈട്രിക്കവും 2 നേരം വെച്ച് കുറച്ച് കണ്ടിന്യൂ ചെയ്യും. പിന്നെ വരുന്നില്ല എന്നൊരവസ്ഥ വരുമ്പം മാത്രം കൊടുക്കുന്ന ഒരു സ്റ്റേജിലേക്ക് പോകും. അത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഞാനിപ്പോ ഒരു കാര്യം പറയാം, ഒരു പെട്ടെന്ന് ഓർത്ത്. അതായത് ഇതുപോലെ ഒരു ആർത്രൈറ്റിസ്, പോളി ആർത്രൈറ്റിസ് വന്ന ഒരു ലേഡിക്ക് 3 പ്രാവശ്യം മരുന്നെടുത്തിട്ട് ഒന്നും ഫലിച്ചില്ല. കേസ് റീടേക്ക് ഇങ്ങനെ ചോദിച്ചു വന്നു പറഞ്ഞപ്പോ അവർ ബാങ്ക് മാനേജറാണ്. അവര് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഓഫീസിൽ വർക്ക് ചെയ്യുന്നതായിട്ട് തന്നെ ഉള്ള സ്വപ്നങ്ങൾ കൊണ്ടിരിക്കും. വീട്ടിൽ കിടന്ന് അതിൽ ഉറങ്ങിയാൽ അവർക്ക് ഉറങ്ങിയതായിട്ട് ഫീൽ ചെയ്യില്ല. ആ ഓഫീസിലെ വർക്ക് തുടരുന്നതായിട്ട് തന്നെ ഫീൽ ചെയ്യും. അപ്പൊ അത് ബ്രൈ ആയിരുന്നു എനിക്ക് തോന്നുന്നു. എനിക്ക് മെഡിസിൻ ആണെന്ന് ഓർമ്മയില്ല. അത് ഞാനന്ന് വണ്ണം 1 ഡോസ് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തു. അതിനുമുമ്പൊക്കെ ഞാൻ പോളി ഫാർമസി ഒക്കെ ചെയ്ത് നോക്കിയതാ. പിന്നെ ഇനി ക്ലാസിക്കലോട്ട് നീങ്ങിയതാ. കൊടുത്തു കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ അവരുടെ വർഷങ്ങളായിട്ടുള്ള ആ സ്വപ്നം ആദ്യം നിന്നു. പിന്നാലെ പോളിയാർത്രൈറ്റിസ് മാറി. പിന്നീട് ഇതുവരെയും ഈ സംഭവം നടന്നിട്ട് 15 വർഷമെങ്കിലും ആയി. അതിനുശേഷം അവർക്ക് ആ പോളിയാർത്രൈറ്റിസിന്റെ പ്രശ്നമില്ല. ഇടയ്ക്ക് എന്നെ കാണുമ്പോൾ ഇപ്പോഴും പറയും അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. ആ ഡ്രീംസ് നോക്കി, ആ ഒരു പെക്യുലാരിറ്റി ഉണ്ടായ ഡ്രീംസിലായിരുന്നു. പെട്ടെന്ന് ഓർമ്മ വന്നതാ. ഡ്രീംസിന്റെ പെക്യുലേറ്റ് എങ്ങനെയായിരുന്നു? ഓഫീസിലാണെന്ന് തന്നെ തോന്നുന്നു. അവര് വീട്ടിൽ വന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി കിടന്നാലും അവര് ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യണതായിട്ടായിരിക്കും ഡ്രീം. അതായത് എപ്പോഴും സ്വപ്നം ബിസിനസ്സിൽ തന്നെ. അതായത് അവര് ഡ്രീംസ് ബിസിനസ് ബ്രൈ ആണെന്ന് എനിക്ക് തോന്നണം. ബ്രൈ അതെ, ഡ്രീംസ് ഓഫ് വർക്ക് ആൻഡ് ഡ്രീംസ് ബിസിനസ്, ടോക്ക് ഓഫ് ബിസിനസ്, ഇതെല്ലാം ബ്രയോണിയ പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ റെമഡിയാണ്. അതാണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് അത് ഫലപ്രദമായത്. അതെ അതെ, വേറെ മെഡിസിൻ കൊണ്ടൊന്നും അല്ല. ഇത് ഇവിടെ എല്ലാം മാറി. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എവിടെ നിന്നാണ് നമുക്കൊരു അടി കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തെറ്റായിട്ട് വരുവാണെങ്കിൽ അത് ഫലിക്കും. ജയലളിത ഡോക്ടർ ഇപ്പൊ കയറിയതേ ഉള്ളൂ. ജയലളിത ഡോക്ടർക്ക് ഈ സന്ധിവാതത്തെ കുറിച്ച് എന്തെങ്കിലും അനുഭവത്തിൽ നിന്ന് പറയാമോ?
മെഡോറിനം ഇന്റർകറന്റ് ആയിട്ട് കൊടുത്തിട്ട് റൂട്ടൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് നല്ല ആക്ഷൻ കിട്ടുന്നുണ്ട്. മെഡോറിനും മെഡോറിനത്തിന് തന്നെ നല്ലൊരു ആക്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കി കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയിട്ട് കൊടുത്തിട്ടാണ് ആക്ഷൻ കൂടുതലും കിട്ടാറുള്ളത്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും മെന്റൽ സിംറ്റംസ് കിട്ടിയിട്ടുണ്ട്, ചിലപ്പോൾ അതിന് മാത്രം, അതായത് ഇപ്പൊ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നേന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു മൈൻഡ് നോക്കിയിട്ട് അതിൽ തന്നെ ഉണ്ടല്ലോ, കരയണവരും ഉണ്ട് കരയാത്തവരും ഉണ്ടല്ലോ, അതിനനുസരിച്ച് മെഡിസിൻ നോക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നല്ല റിലീഫ് കിട്ടാറുണ്ട്. റൂട്ട, ലഡം അങ്ങനെയൊക്കെ നോക്കിയിട്ട്, പിന്നെ ക്ലൈമറ്റ് നോക്കിയിട്ട് ഡൾ ക്യാമറ അല്ലെങ്കിൽ റെസ്റ്റോക്സ് ഏതാണോ ആ കണ്ടീഷനിൽ അവർക്ക് കൂടുതലായിട്ട് വരുന്നത് അതിനനുസരിച്ച് നോക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ആശ്വാസം കിട്ടാറുണ്ട്. പിന്നെ ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന ഒരു ഇതിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സിഫിലിനം കൊണ്ടാണ് റിലീഫ് കിട്ടാറുള്ളത്. ഇന്റർകറന്റ് ആയിട്ട് കൊടുക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെയൊക്കെയാണ് എന്റെ എക്സ്പീരിയൻസ് ഉള്ളത്. പിന്നെ ഒരെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓർമ്മ. പറയൂ ഡോക്ടർ. അത് നമ്മളെ ഉളുക്കെന്ന് പറയും. സാധാരണ പേഷ്യൻസ് വന്നിട്ട് ആ ഉളുക്ക് പോലെ വീണു, അതിനുശേഷം പിന്നെ നടക്കാനായിട്ട് പറ്റുന്നില്ല, പിന്നെ ശ്വാസം എടുക്കുമ്പോൾ ഇത് ഉളുക്ക് വീഴുന്നത് നെഞ്ചിന്റെ ഭാഗത്ത് ഉളുക്ക് വീഴുമെന്ന് പറയും. അപ്പം കാലിലാണെങ്കിൽ ഞാൻ കൊടുക്കാറുള്ളത് റെസ്റ്റോക്സ് ആണ് കൂടുതലും കൊടുക്കുന്നത്. അതിന്റെ കൂടെ ആർണിക്കായും കൂടെ കൊടുക്കുമ്പോൾ ശരിയാകാറുണ്ട്. പിന്നെ ഈ ശ്വാസം വിടാൻ മേല, ഉളുക്ക് പോലെ വീണിട്ട് ഇങ്ങനെ ശ്വാസം വിടുമ്പോഴൊക്കെ ഇങ്ങനെ ക്രാമ്പ് പോലെ ശ്വാസം ഇങ്ങനെ പിടിച്ച് കെട്ടുന്ന പോലെ തോന്നുന്ന ആ അവസ്ഥ തോന്നുകയാണെങ്കിൽ ഞാൻ കാർബോവെജും ആന്റിൻഡാർട്ട് 1 ഡോസും, കാർബോവെജ് കണ്ടിന്യൂസ് ഡോസും കൊടുക്കും, ആന്റിൻഡാർട്ട് ഒറ്റ ഡോസും കൊടുക്കും. അത് വളരെ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. അപ്പൊ അത് ഇച്ചിരി കൂടെ കുറയാൻ താമസം വന്നാൽ റെസ്റ്റോക്സ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കുറവ് കിട്ടും. അത് വളരെ നല്ല ഒരു ഇതായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഒത്തിരി കേസുകൾ. പിന്നെ അതേപോലെ തന്നെ ഈ പിന്നെ ജോയിന്റ് പെയിൻ ഒക്കെ താഴത്തുനിന്ന് മേളിലോട്ടാണെങ്കിൽ കയറുന്ന താഴെ തുടങ്ങി അത് മേളിലോട്ട് കയറി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ലഡമാണ് കൊടുക്കുന്നത്. കാൽമിയ എൻ്റെ മനസ്സിൽ ഏതാണ് സൈഡെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ലഡം മേളിലോട്ട് കയറുമ്പോൾ താഴെ തുടങ്ങി ജോയിന്റ് തുടങ്ങി പിന്നെ അത് മേളിലോട്ട് പോകുന്നെന്ന് പറയുന്ന ജോയിന്റ് പെയിന് ലഡം വളരെ എഫക്റ്റീവാണ്. അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്. കാൽമിയയും അതുമായിട്ടുണ്ട് എനിക്കത്, പക്ഷെ എന്റെ മനസ്സിൽ ഇപ്പൊ കിട്ടുന്നില്ല. താഴോട്ട് അത് തന്നെ. കാലുമലേക്ക് വന്നതാണ് ഡോക്ടറെ കാൽമിയ, അങ്ങനെ ഓർത്താ മതി, അപ്പൊ എളുപ്പം കിട്ടും. അതെ, അത് രണ്ടും കൂടെ ഒരു റിലേഷൻ ഉണ്ട്. അതിപ്പം ക്ലിയർ ആയി, ഓർമ്മ ശരിയായി. അപ്പം അത് വളരെ നല്ല റിസൾട്ട്. ഈ ലഡത്തിന്റെ കാര്യത്തിൽ ഒത്തിരി കേസുകൾ ഉളുക്ക് വീണതും പിന്നെ അതേപോലെ പെയിൻ വരുന്നതും പിന്നെ ഈ ആർണിക്ക, കാർബോവെജ് ഇത്രയും മെഡിസിൻ വളരെ എഫക്റ്റീവാണ്. അതാ ഇപ്പൊ എന്നെ ഞാൻ ഓർത്തതേ. ഈ മുട്ടിന് വരുന്ന ഒട്ടുമിക്ക വേദനകൾക്കും മുട്ടുമായിട്ടൊന്നുമില്ല, കാലിയായോടെ ഒരു നല്ല മെഡിസിൻ ആയിട്ട്. കറക്റ്റ് ആണ്, കാലിയായോട് ശരിയാണ് ഡോക്ടർ. അത് നേരത്തെ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞല്ല, എന്താ പിന്നെ ഈ അടുക്കളയിൽ നിൽക്കുന്നവരുടെ ഒരു പെയിൻ എന്ന് പറഞ്ഞല്ലോ, അതിനൊരു മെഡിസിൻ മറിയാമ്മ ഡോക്ടർ പറഞ്ഞല്ലോ. അപ്പം സ്ലാഷോ എന്താ പറഞ്ഞ ഡോക്ടർ? സ്ലാഗ്. അപ്പൊ അതേപോലെ ഉള്ള ഒരു മെഡിസിൻ ആണ് ഇപ്പം സലീംകുമാർ ഡോക്ടർ പറഞ്ഞ കാലിയൈഡൈഡ്. കാലിയൈഡൈഡിന് നല്ല ഒത്തിരി നേരം നിന്ന് ജോലി ചെയ്യുന്നവർക്ക് വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നീര് വേദന പിന്നെ എല്ലാ കംപ്ലൈന്റും ഈ കാലിയൈഡൈഡ് കൊണ്ട് കുറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല മെഡിസിൻ ആണത്. നേരത്തെ ഒരു ക്ലാസ്സില് ഒരു ഡോക്ടർ പറഞ്ഞു, നമ്മുടെ IFPHലല്ല, പഴയ ഒരു ഡോക്ടർ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, റെസ്റ്റോസിന്റെ അതേ സിംറ്റം ആണ് കാലിയൈഡൈഡ്, പക്ഷെ റെസ്റ്റോസ് ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ സുഖം, കാലിയൈഡൈഡിന് തണുത്ത വെള്ളത്തിൽ കുളിക്കും. ഇതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. അത് വെച്ച് ഞാൻ കൊടുക്കാറുണ്ട്, ഭയങ്കര നല്ല ഗുണം കിട്ടാറുണ്ട്. ഈ കാലിയൈഡ് സിഫിലിറ്റിക് മയാസത്തിലേക്ക് കയറി പോകും, അങ്ങനെ ഒരുപാട് കുറയുന്നുണ്ടോ? ഒരു വയസ്സന്മാർക്കൊക്കെ തന്നെ ജോയിന്റ് തേയ്മാനത്തിനൊക്കെ അത് നല്ലതായിട്ട് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ ദിവസം ഒരു ഇതിൽ പറഞ്ഞല്ലോ, അത് നമ്മുടെ മുട്ട് മാറ്റി വെക്കുന്ന ഇത് ഒഴിവാക്കാമെന്ന് കാലിയൈഡൈഡ്. നമ്മുടെ ഹരിഹരൻ സാർ വന്നിട്ടുണ്ട്. ഹരിഹരൻ സാറെ. അയ്യോ, സാറിനടുത്ത് ഒരുപാടുണ്ടാവും. ഇപ്പൊ ഞാൻ ഈ കാലിയൈഡ് തന്നെ പാലക്കാടത്തെ
രാമകൃഷ്ണൻ സാറിന്റെ ഒരു ടിപ്പായിട്ട് എനിക്ക് വന്നത്. പിന്നീട് ഞാൻ പ്രയോഗിച്ച് നോക്കി ഒരുപാട് എനിക്ക് വ്യത്യാസം കിട്ടിയത്. അതാണ് അതും എന്റെ ഞാൻ സ്വന്തമായിട്ട് വായിച്ചു കണ്ടുപിടിച്ചതല്ല. ഹരിഹർ സാർ ഒരാൾ മതി നമുക്ക് വയറു നിറയെ കിട്ടാൻ ഈ വിഷയത്തിൽ. പൊട്ടൻസി ചോദിച്ചിട്ടുണ്ട്. ഞാൻ സാറിന് തേറ്റി കൊടുക്കണം. ഞാനും ഞാനും 30 ഞാനും 30 കൊടുക്കുന്നത്. അപ്പൊ ഹരിഹരൻ സാറിന്റെ അനുഭവങ്ങളൊന്ന് പറയണമേ നമ്മുടെ സന്ധിവാദത്തെ കുറിച്ച്. 10 മണി വരെയുള്ള സ്റ്റോക്ക് സാറെടുത്ത് കാണും. സന്തോഷമായി. എന്റെ സ്റ്റോക്ക് ഒന്നും ഇല്ല. സാറൊന്ന് തുടങ്ങ, അപ്പൊ സ്റ്റോക്ക് വരും. എനിക്ക് സാറിനെ കണ്ടിട്ടുള്ള സന്തോഷം വന്നേ. ഞങ്ങളൊക്കെ ഈ അക്യൂട്ടില് എന്താ നമ്മള് പറയത്തില്ലേ, തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് നമ്മളൊരു പഴമൊഴിയില്ലേ എന്ന് പറഞ്ഞ കണക്കാണ്. ഞങ്ങളൊക്കെ ഈ അക്യൂട്ടിൽ തുടങ്ങിയ ആൾക്കാരാണ്. ജീവൻ മരണ പോരാട്ടങ്ങളിലൂടെയാണ് ഞങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ പ്രാക്ടീസ് തുടങ്ങിയത്. ജീവൻ മരണ പോരാട്ടം. നാട്ടുകാർക്കും വേണ്ട, വീട്ടുകാർക്കും വേണ്ട, ആർക്കും വേണ്ടാത്തൊരു സിറ്റുവേഷനിലാണ്. ഒരാൾ എൻ്റെ ഒക്കെ ചോദിച്ചു, ഈ ഹോമിയോപ്പതിക്ക് പോകാതെ ഹോം സയൻസിന് പോകാൻ മേലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. അത് ഒരു വിദ്യാഭ്യാസമുള്ള ഒരാള് എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചതാ. കാര്യം ആരും വരുന്നില്ല, ആരും ഡിസ്പെൻസറി തുറന്നു വെച്ചോണ്ടിരിക്കുക, ആരും വരണ്ടേ, ആരെങ്കിലും വരണ്ടേ. അവസാനം അയാള് ഒരു ദിവസം എൻ്റെ ഒക്കെ വന്നപ്പോ എൻ്റെ ഒക്കെ ചോദിച്ചു, ഡോക്ടറെ ഇങ്ങനെ അല്ല, ഡോക്ടറെ എന്നല്ല വിളിക്കുന്നേ, കുറച്ച് പ്രായമുള്ള ഒരാളാ. എൻ്റെ കുട്ടാ എന്തിനാ ഇതിന് പോയത്? അല്ല ഹോം സയൻസിനെങ്ങാനും പോകാൻ. ഞാനത് ആലോചിച്ച് പിന്നെ ചിരിക്കാറുണ്ട്. ആ ആള് തന്നെ അവസാന കാലത്ത് ഞാൻ മരുന്ന് കൊടുക്കേണ്ടിയും വന്നു. അവസാന കാലത്ത് എൻ്റെ മരുന്ന് വാങ്ങിച്ച അയാൾ മരിച്ചത്. അയാൾക്ക് പാൽപിറ്റേഷൻ ആയിരുന്നു. ആ പാൽപിറ്റേഷന് ഞാൻ അന്ന് കൊടുത്ത മെഡിസിന് അങ്ങേർക്ക് കൊടുത്തത് മരണഭയം ഉണ്ടായിരുന്നു. ഒരു വല്ലാത്ത ഒരു ഭയം. ഞാൻ അന്ന് കൊടുത്ത മെഡിസിൻ ജെൽസീമിയ കൊടുത്തത്. ജെൽസീമിയാണ് അന്ന് കൊടുത്തത് ഈ പാൽപിറ്റേഷന് വേണ്ടിയിട്ട്. അത് കൊടുത്ത നല്ല റിസൾട്ടും ഉണ്ടായിരുന്നു. അങ്ങേര് ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് അങ്ങേര് മരിക്കുകയും ചെയ്തു. പാൽപിറ്റേഷന്റെ ബെസ്റ്റ് മെഡിസിൻ ഇതൊന്നുമല്ല. ഏതാണെന്നറിയാമോ? കാൽക്കേരിയ ആഴ്സ് കൊടുത്താല് ഈ കൊറോണ കഴിഞ്ഞിട്ട് ഒത്തിരി പേര് ഈ പാൽപിറ്റേഷൻ എന്ന് പറയുന്ന കംപ്ലൈന്റ് ആയിട്ട് എൻ്റെ ഒക്കെ വന്നിട്ടുണ്ട്. കൊറോണ കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഒരു പ്രൊവക്കേഷൻ പോലും അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. പ്രൊവക്കേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പടപടാന്നും പറഞ്ഞടിക്കും. അവർക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല. പിന്നെ പൾസ് റേറ്റ് വളരെ കൂടുതൽ, എന്നാൽ BP ഒട്ട് കൂടുന്നതായിട്ടും കാണുന്നില്ല. ഇങ്ങനെയുള്ള കുറെ കേസുകൾ ഞാൻ ചികിത്സിച്ചായിരുന്നു. അതിനൊക്കെ എനിക്ക് റിസൾട്ട് കിട്ടിയത് കാൽക്കേരിയ ആഴ്സ് ആണ്. കാൽക്കേരിയ ആഴ്സ് മെറ്റീരിയൽ പറയുന്നുണ്ട്, പ്രത്യേകം പറയുന്നുണ്ട്. ഈ പാൽപിറ്റേഷന് ബെസ്റ്റ് മെഡിസിൻ ആണ് കാൽക്കേരിയ ആഴ്സ്. 3x അല്ലേ ഡോക്ടറെ? അല്ലല്ല 30 കൊടുക്കുന്നത് ഞാൻ. 3x അല്ല, വെറും 30 പൊട്ടൻസിയാണ്. 3 നേരം വെച്ച് കൊടുക്കും. 3 നേരം വെച്ചാൽ ഒരു 2 ആഴ്ചയൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് വണ്ടർഫുൾ റിസൾട്ടാണ്. പിന്നെ നമ്മളത് ഒരു നേരമാക്കി അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അതിന്റെ 50 മില്ലിസ്മൽ പൊട്ടൻസി ആണെങ്കിലും നല്ലതാണ് കേട്ടോ. കാൽക്കേരിയ ആഴ്സിന്റെ ബെസ്റ്റ് റിസൾട്ടാണ്. ഇന്നൊരു പേഷ്യന്റ് വന്നത് എൻ്റെ ഒക്കെ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വന്നത് ഒരു 5 ദിവസം മുമ്പ്. 5 ദിവസം മുമ്പ് വന്ന എന്താന്ന് വെച്ചാൽ അയാളെ ഒരു ഈ ചെരുപ്പിന്റെ ഒക്കെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ്. അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഒക്കെ വന്നത്. അയാൾക്ക് വലിയ വണ്ണമൊന്നുമില്ല, പക്ഷെ ഭാര്യയ്ക്ക് ഭയങ്കര വണ്ണം. അവര് വന്നത് ആരോ ഇവിടെ ഈ നമ്മുടെ IFPH മീറ്റിങ്ങില് ആദ്യകാലത്ത് വന്നുകൊണ്ടിരുന്ന ഒരാള് എൻ്റെ ഒരു പേഷ്യൻ്റ് ഉണ്ട്. അയക്ക് ഞാൻ ആ മെഡിസിൻ കൊടുത്തോണ്ടിരിക്കുന്നത്. അയാളുടെ എൻ്റെ എങ്ങനെയാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ഒരു ഹോമിയോ ഡോക്ടറെയാണ് അയാളെ ചികിത്സിച്ചോണ്ടിരുന്നത്. അത് ഈ നമ്മുടെ IFPH തന്നെയുള്ള പ്രമുഖനായ ഒരു ഡോക്ടറാണ് ചികിത്സിച്ചോണ്ടിരുന്നത്. 3 വർഷം ചികിത്സിച്ചു. എന്താ അയാളുടെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ,
അയക്ക് ഇതാണ് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ആണ്. ഞാൻ ആ കേസ് എടുക്കുന്നതിലുള്ള ആ വ്യത്യാസം പറയുക. 3 വർഷത്തോളം ആ ഡോക്ടറെ ചികിത്സിച്ചു. ആ ഡോക്ടറെ ചികിത്സിച്ചെന്നാണ് അവൻ്റെയൊക്കെ പറഞ്ഞു തന്നെ. പക്ഷെ അയാൾക്ക് കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായില്ല. അയാളുടെ ഈ PSA ചെറുതായിട്ട് കുറയും, പിന്നെയും കയറി വരും. അങ്ങനെ അയാള് ആരോ അറിഞ്ഞ് എൻ്റെ ക്ലിനിക്ക് വന്നു. ഞാൻ പിന്നെ ഈ ഒരു ഹോമിയോ ഡോക്ടറെ ചികിത്സിച്ചതാണെന്ന് പറയുമ്പോഴും ഞാൻ കേസ് എടുത്തു. കേസ് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു കഴിഞ്ഞപ്പം അതിനകത്തൊരു പോയിന്റ് ഏതാന്ന് വെച്ചാൽ, ഇയാൾക്ക് ഏതാണ്ട് 60 വയസ്സ് പ്രായമുണ്ട്. ഇയാൾക്ക് ഇത് തുടങ്ങിയിട്ട് ഏതാണ്ട് 5 വർഷമേ ആയിട്ടുള്ളൂ. ഈ 5 വർഷം മുമ്പ് തന്നെ ഇയാൾ ഡിവോഴ്സ് ചെയ്ത് ഭാര്യ പ്രത്യേകം താമസിക്കുകയാണ്. ഇയാൾക്ക് 2 മക്കളും ഉണ്ട്. അതിനുശേഷമാണ് ഇയാൾക്ക് ഈ കംപ്ലൈന്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ കേസ് എടുത്ത് അയാളത് പറയുന്നില്ല എൻ്റെ കയ്യില്. കാര്യം വെച്ചാൽ നാണക്കേട് ഉദ്ദേശിച്ചിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പക്ഷേ വിടുവോ? ഞാൻ കുത്തി ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു കാരണമില്ലാതെ ഇത് സംഭവിക്കത്തില്ല. എന്നുവെച്ചാൽ യു ആർ only 60. 60-ലൊക്കെ ഇങ്ങനെയൊന്നും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഉണ്ടാകും, 40-ലുള്ളവർക്കും ഉണ്ടാകും. പക്ഷെ എന്നാലും ഇതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടാകും. ഞാനപ്പോ ചോദിച്ചു, വൈഫുമായിട്ട് എങ്ങനെയാ റിലേഷൻ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ സെക്ഷൽ റിലേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോഴാണ് അയാൾ പറഞ്ഞ്, എനിക്ക് 5 വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ യാതൊരു സെക്ഷൽ റിലേഷൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഐ ഗോട്ട് ദ പോയിന്റ്. ഞാൻ വെച്ചാൽ അതെന്താ അങ്ങനെ വരാൻ കാര്യം, എന്താ കാര്യം പറയാന്ന് പറഞ്ഞു. യു മസ്റ്റ് ഓപ്പൺ യുവർ മൗത്ത്, ഇതിന്റെ കാര്യം പറയണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾ ഡിവോഴ്സഡാണ്, ഇങ്ങനെ 5 വർഷമായി ഭാര്യ വന്നാ താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ എനിക്ക് കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ നോക്കിക്കോ, 2 ആഴ്ച കൊണ്ട് നിങ്ങളുടെ ഒരു അസുഖം ഞാൻ നോർമലാക്കി തരാം, 2 ആഴ്ച കഴിഞ്ഞ് നോർമലാക്കി തരാം. ആ ശരി ഡോക്ടറെ എന്ന് പറഞ്ഞ് ഞാൻ ഐ ഗേവ് Conium 10 ഡോസ്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അയാളെ ഇത് ടെസ്റ്റ് ചെയ്തുകൊണ്ട് എൻ്റെ വന്നു. അയാൾ പറഞ്ഞു, ഡോക്ടറെ വണ്ടർഫുൾ റിസൾട്ട്, എൻ്റെ PSA ഒക്കെ നോർമലായി, എൻ്റെ യൂറിൻ്റെ പ്രോബ്ലം യൂറിനേഷൻ്റെ പ്രോബ്ലം ഒക്കെ മാറി. എനിക്കിപ്പോൾ ഞാൻ രാത്രിയിൽ ഇപ്പോൾ ഒരു നേരമേ മൂത്രമൊഴിക്കാറുള്ളൂ. മറ്റേത് ഞാൻ എത്ര പ്രാവശ്യം എഴുന്നേൽക്കുമായിരുന്നു. ഇപ്പം ഞാൻ ഐ ആം ഹാപ്പി എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് ഇത് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പം ഇയാള് പിന്നെ എന്നെ വിട്ടു പോകത്തില്ല. അയാള് ചുമ്മാ അങ്ങ് അഡ്വർടൈസ് ചെയ്യുക. അങ്ങനെ അഡ്വർടൈസ് ചെയ്ത കൂട്ടത്തില് ഒരു ചെരുപ്പ് റെപ്രസെന്റേറ്റീവിന്റെ ഭാര്യ, ഈ ചെരുപ്പ് റെപ്രസെന്റേറ്റീവിനെ എന്ന് പറയുന്നത് ഇയാളുടെ ഒരു പരിചയക്കാരനാണ്. ഈ റെപ്രസെന്റേറ്റീവിന്റെ ഭാര്യയ്ക്ക് ഭയങ്കര വയറുവേദനയായിട്ട് ഇവിടെ പുഷ്പഗിരിയിലോ ഏതോ ഒരു വലിയ ആശുപത്രി കൊണ്ടുചെന്ന് അവര് എല്ലാം കൂടെ നോക്കി എല്ലാം പരിശോധിച്ചൊക്കെ കഴിഞ്ഞ് പറഞ്ഞു, നിങ്ങളുടെ വൈഫിന്റെ യൂറിനറി ബ്ലാഡറിൽ അല്ലെ യൂറിറ്ററില് ഒരു കല്ലിരിക്കുവാണ്. അത് US സ്കാൻ എടുത്തപ്പോൾ കണ്ടു. അത് 6.5 ആയിരുന്നു. 6.5 mm. അത് പിന്നെ കിഡ്നിയില് ലെഫ്റ്റ് കിഡ്നിയില് 3.5 വേറെ ഒരു കല്ല്, അങ്ങനെ 2 കല്ലുണ്ട്. ഇവര് മരണവെപ്രാളമാണ് കാട്ടുന്നത്. അങ്ങനെ അവര് ഒരു ഇഞ്ചക്ഷനോ ഏതാണ്ട് കൊടുത്തു കഴിഞ്ഞ് ഇത് ഇപ്പൊ തന്നെ സഡൻ ആയിട്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യണം, എന്തോ കല്ല് പൊടിച്ച് കളയാം, 60,000 രൂപ വേണമെന്ന്. എന്നാൽ ചെരുപ്പ് റെപ്രസെന്റേറ്റീവ് ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ എവിടെ നിന്ന് എടുക്കാനായി 60,000 രൂപ? അങ്ങനെ ഇയാള് വളരെ ദുഃഖിതനായിട്ട് എടത്വായിൽ ഒരു കടയിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ കഥാകാരൻ അവിടെ ചെല്ലുന്നത്. അയാള് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇത്ര വിഷമിക്കുന്നേ? ഇങ്ങനെ അമ്പലപ്പുഴയിൽ ഒരു ഡോക്ടറുണ്ട്, എനിക്ക് നല്ല അനുഭവമാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോയി ചെല്ലാൻ പറഞ്ഞു. ഇയാള് എന്നെ ഉടൻ തന്നെ ഫോൺ ചെയ്ത് ഞാൻ പറഞ്ഞു, ഞാൻ വലിയ ഡോക്ടറൊന്നും അല്ല, എന്നാലും നിങ്ങൾ വരാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ. എന്നുവെച്ചാൽ നുള്ളി എടുക്കാവുന്നൊക്കെ നമ്മൾ പറയാൻ പറ്റത്തില്ലല്ലോ. ഭയങ്കര വേദനയായിട്ട് വരുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ ഇങ്ങനെ നമ്മൾ എന്ത് പറയണം. ഞാൻ എന്തായാലും നിങ്ങൾ വരാൻ പറഞ്ഞു. അങ്ങനെ അപ്പോയിന്റ്മെന്റ് കൊടുത്ത് ഇപ്പൊ ഞാൻ മിക്കവാറും അപ്പോയിന്റ്മെന്റ് കൊടുത്താ കേസ് എടുക്കുന്നത്. ആ അപ്പോയിന്റ്മെന്റ് കൊടുത്തു. ഒരു 11 മണിയായപ്പോൾ അയാൾ ഭാര്യയെ കൂട്ടി വന്നു. ഭാര്യയെ കടക്ക് ഞാൻ കേസ് എടുത്തപ്പോൾ ടിപ്പിക്കൽ കാൽക്കേരിയക്കാർ,
ടിപ്പിക്കൽ കാൽക്കരിയ കാർവ്, ഭയങ്കര വണ്ണം. ഇയാളെ ഈ ആനയെ ആടുമ്പോൾ ഇരിക്കും ഇവർ രണ്ടുപേരും കൂടെ വന്നിരിക്കുന്നത്. ഞാൻ എല്ലാം കേസൊക്കെ എടുത്തു കഴിഞ്ഞെല്ലാം ഞാൻ നോക്കിയിട്ട് ഒരെണ്ണം യൂറിറ്ററിലായിരിക്കുന്നത് 6.5. അവിടുത്തെ കാൽക്കേരിയ കാർവ് ഞാൻ കേസ് എടുത്തതിന് ശേഷമാണ്. കാൽക്കേരിയ കാർവ് 10 ഒരു ഡോസ് തന്നെ ഡിവൈഡഡ് ഡോസ് ആയിട്ട് 3 ഡോസ് കൊടുത്തു. അതിന്റെ കൂട്ടത്തിൽ ഞാൻ കൊടുത്തത് ഇങ്ങനെ കാൽക്കേരിയ കാർവ്, പിന്നെ കൊടുത്തത് എപ്പിസ് കൊടുത്തു. എപ്പിസ് 3x. ഞാൻ സാധാരണയായിട്ട് വേദന ഇങ്ങനെ ചുളിച്ചുളി വേദനയുണ്ടെന്നായാലും അവർ പറഞ്ഞു. എപ്പിസ് 3x കൊടുത്തു. പിന്നെ അത് കൂടാതെ വേദന കൂടുകയാണെങ്കിൽ മാഗ്ഫോസ് 3x, സാധാരണ അങ്ങനെ ഒത്തിരി പേര് ഉപയോഗിക്കാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മാഗ്ഫോസ് 3x 15 ഗുളിക ചൂടുവെള്ളത്തിലിട്ട് വേദനയുണ്ടെങ്കിൽ അരമണിക്കൂർ ഇടവിട്ട് കഴിച്ചോളാം. അപ്പോ കാൽക്കേരിയ കാർവ്, എപ്പിസ്, പിന്നെ ബെർബറി സ്റ്റിഞ്ചർ ഷാബയുടെയാണ്. ബെർബറി സ്റ്റിഞ്ചർ 15 ഡ്രോപ്സ് വെച്ച് 2 മണിക്കൂർ ഇടവിട്ട് കഴിച്ചോളാം. അപ്പോ കാൽക്കേരിയ കാർവ്, എപ്പിസ് 3x, പിന്നെ ബെർബറി സ്റ്റിഞ്ചർ, അതെ, ഇത്ര ഞാൻ കൊടുത്തിട്ട് അവർ പോവുകയും ചെയ്തു. ഒരു 3-ാം പൊക്കമായപ്പോൾ ഇയാൾ വിളിച്ചു പറഞ്ഞു, ഡോക്ടറെ കല്ല് വെളിയിൽ പോയി. ഞാൻ പറഞ്ഞു 3 ദിവസം കൊണ്ട് കല്ല് വെളിയിൽ പോയി. ശരി, അതെടുത്ത് വെച്ചിട്ടുണ്ട്, കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ശരി, എന്നാ കൊണ്ടുവരാൻ പറഞ്ഞു. ഇന്ന് കൊണ്ടുവന്നപ്പം കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് 4-ാം പൊക്കം അടുത്ത കല്ല്. അതിലെനിക്ക് അതിശയം എന്താണെന്ന് വെച്ചാൽ കിഡ്നിയുടെ ലോവർ പോളിലോ മറ്റാണ് ഒരു കല്ലിരുന്നത്. അത് 3 ആണ് ആണ് അതുണ്ടായിരുന്നത്. അതും ചാടി വെളിയിൽ പോയി. അപ്പൊ രണ്ടും കൊണ്ട് എൻ്റെ ഇന്ന് ഡിസ്പെൻസറി വന്നു. അയാള് പൊതിഞ്ഞ് മറ്റേത് അയാള് ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാല് ഇതെടുത്ത് ഇന്ന് പൊതിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു. അത് ഞാൻ കല്ലെല്ലാം പോയില്ലേ, സന്തോഷമായില്ലേ? അതെല്ലാം ആയി ഡോക്ടറെ, പക്ഷെ ഇപ്പം വേറൊരു കംപ്ലൈന്റ് കൊടുത്തു. ഞാൻ ചോദിച്ചു അതെന്താ കംപ്ലൈന്റ്? അതിപ്പോ അവർക്ക് ഒറ്റയ്ക്ക്, ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകും, ഇവളൊറ്റയ്ക്കേ പിന്നെ കാണത്തുള്ളൂ. പിന്നെ 2 പെൺകുട്ടികളാണ് അവർക്ക്. ഈ പെൺകുട്ടികളാണെങ്കിലും അവർക്ക് അമ്മയുടെ കാര്യത്തിലൊന്നും അമ്മ അതൊന്നും സാരമില്ല എന്ന് പറയും, ശ്രദ്ധയില്ല. അപ്പൊ ഇവർക്ക് ഒരു ഭയം എന്താണെന്നറിയാമോ? ഫിയർ ഓഫ് ഡെത്ത്. ഒറ്റയ്ക്കിരിക്കാൻ ഭയം അവർക്ക്. ഫിയർ ഓഫ് ഡെത്ത് ആണ്. ഫിയർ ഓഫ് ഡെത്ത്, അതായത് പിന്നെ ആങ്സൈറ്റി. ഇത് രണ്ടും ഉണ്ട്. അതെങ്ങനെയാ? ഞാൻ പറഞ്ഞു അത് സാരമില്ല, അതെന്തിനാ, അത് ബുദ്ധിമുട്ടൊന്നുമില്ല, 2 ആഴ്ച കൊണ്ട് നിങ്ങളുടെ ആങ്സൈറ്റിയും ഫിയറും ഒക്കെ പൊക്കോളൂ. വി വിൽ മേക്ക് കോൺഫിഡൻസ്. അതായത് നമ്മൾ ഈ പേഷ്യന്റിന് കോൺഫിഡൻസ് കൊടുക്കണം. അവിടാണ് ഒരു ഹോമിയോ ഡോക്ടറുടെ കഴിവിരിക്കുന്നത്. സാരമില്ല, ഇത് ഞാൻ മാറ്റിത്തരാന്ന് പറയുമ്പോൾ തന്നെ അവരുടെ പകുതി രോഗം. അങ്ങനെ ഞാൻ ഇന്ന് വന്നപ്പം അധികം മരുന്നൊന്നും കൊടുത്തില്ല. ഞാൻ അക്കോണൈറ്റ് വണ്ണം 3 ഡോസ് കൊടുത്തു. 3 ഡോസ് വണ്ണം 3 ഡോസ് എല്ലാം ഞാൻ അങ്ങനെ കൊടുക്കുന്നത്. ഹയർ പൊട്ടൻസി ഡിവൈഡഡ് ഡോസ് ആയിട്ട് അക്കോണൈറ്റ് വണ്ണം കൊടുത്തു. അതിന്റെ കൂട്ടത്തിൽ ഞാൻ കൊടുത്ത മരുന്ന് എനിക്ക് തോന്നുന്നു ഈ മിമുലസ് ആണെന്നാണ് എൻ്റെ വിചാരം. മിമുലസ് ആണോ എന്ന് എനിക്ക് തോന്നുന്നു. മിമുലസ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത് തോന്നുന്നു. ഒരു ബാക്ക് ഫ്ലവർ റെമഡിയും കൂടെ കൊടുത്തു. പിന്നെ ബാക്കി പ്ലാസിബോയാണ് കൊടുത്തു വിട്ടത്. പിന്നെ ഒരു ചുടിച്ചിലുണ്ടെന്ന് പറഞ്ഞു മൂത്രം ഒഴിക്കുമ്പോൾ. അതിന് കാന്താരിസ് 30 2 ഡ്രം പിൽസും കൂടെ വിട്ടു. പിന്നെ അവരത് വാങ്ങിച്ചുകൊണ്ട് പോയി. അതാണ് ഞാൻ ഇത്രയും പറയാൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇയാൾ എന്നിട്ട് ഈ ചെരുപ്പ് ആളുണ്ടല്ലോ, അയാള് ഫേസ്ബുക്കിൽ അപ്പൊ ഇന്നലെ വേറൊരാൾ വിളിച്ചിരിക്കുന്ന അയക്കും കല്ലാണ് പക്ഷെ ഒത്തിരി നാളായി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വാ ഞാൻ കേസ് എടുത്തിട്ട് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ഒത്തിരി അനുഭവങ്ങളാണ് നമുക്ക് ഉള്ളത്. ഈ ഹോമിയോപ്പതി പ്രാക്ടീസ് നല്ല രസമാണ്.
വളരെ നല്ല രസമാണ് നല്ല ചികിത്സിക്കാനായി. നമ്മൾക്ക് എൻജോയ് ചെയ്ത് ചികിത്സിക്കാം ഹോമിയോപ്പതി. അത് കേസ് എടുത്തിട്ട് നമ്മൾ അതിന്റെ വഴിയെ പോവുകയാണെങ്കിൽ ഇന്ന് ഒരു വേറെ ഒരു സ്ത്രീ വന്നു. അയാൾ ഇന്നലെ ഞായറാഴ്ചയല്ലേ, ഞായറാഴ്ച അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചു വന്നാ. ഞാൻ പറഞ്ഞു ഞായറാഴ്ചയാണ് പേഷ്യന്റിനെ നോക്കത്തില്ല. അല്ല ഡോക്ടറെ, എനിക്ക് എൻ്റെ മോളുടെ കാര്യമാണ്, അപ്പടിയാണ് എപ്പടിയാണ് നോക്കണം, അവക്ക് ലീവില്ല. ഞാൻ പറഞ്ഞു ലീവ് എടുത്ത് വരണം എന്നല്ല, ഞാൻ ഡോക്ടർ പറയുന്ന സമയത്ത് ഞങ്ങൾ വരാം എന്നും പറഞ്ഞ് അയാളുടെ മോളെ കൊണ്ട് ഇന്നലെ ഞായറാഴ്ച. എന്നാ ഞായറാഴ്ച നോക്കത്തേ ഇല്ല, ഞാൻ ചുമ്മാതെ ഈ യൂട്യൂബ് ഒക്കെ നോക്കി അല്ലെങ്കിൽ വല്ല പാട്ട് കേട്ടുമൊക്കെ ഇരിക്കും. ഏറെ ഒരു പ്രോഗ്രാം ഒന്നും ഇല്ലെങ്കിൽ. പിന്നെ ഇന്നലെ 4 മണിക്ക് വന്നിട്ട് ആ പിടിപാടായത് 6 മണിക്കാണ് ആ കൊച്ചിനെ കൊണ്ട് വന്നിട്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. ആ കൊച്ച് കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. ഇതാണ് കാര്യം. അച്ഛനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് ഈ അച്ഛൻ എന്റെയൊക്കെ പറഞ്ഞു, യാതൊരു കാരണവശാലും ഈ കല്യാണത്തിന്റെ കാര്യം ഡോക്ടർ അവളുമായിട്ട് സംസാരിക്കരുത്. അവക്ക് വേറെ ഒരു ഈ മൂത്രം, അതായത് അവൾക്ക് എവിടെങ്കിലും പോകുമ്പോ ഒത്തിരി പ്രാവശ്യം മൂത്രം ഒഴിക്കും പോകുന്നതിന് മുമ്പ്, അതിനാണെന്നും പറഞ്ഞാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ്. അപ്പൊ ഞാൻ ആ രീതിയിൽ തന്നെ ഡീൽ ചെയ്തു അത്. അവർക്ക് ആങ്സൈറ്റി ന്യൂറോസിസ് ഉണ്ട്. നമ്മുടെ ഈ അർജന്റൻ നൈട്രിക്കത്തിന്റെ ഒക്കെ പോലെയുള്ള ഒരു സിംറ്റമാണത്. അതായത് ഈ അപ്രഹെൻഷൻ, ആ അപ്രഹെൻഷന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു മാറ്റിത്തരാം, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവളുമായിട്ട് അങ്ങ് ഞാൻ റാപ്പോറായിട്ട് ഞാൻ എവിടെ ജോലി എനിക്ക് അത് ഇൻഫോ പാർക്കിലാണ്. എറണാകുളത്ത് ഇൻഫോ പാർക്കല്ലേ? അതെ, ഇൻഫോ പാർക്കിലാണ് എനിക്ക് ജോലി. അവൾ എം എ കഴിഞ്ഞു, അല്ല M.Com കഴിഞ്ഞു. അവളടുത്ത് അക്കൗണ്ടന്റ് ആണ്. ഞാൻ എന്താ പിന്നെ മാരേജ് ഒന്നും ആയില്ലേ, അതോ എങ്ങനാ തനിക്ക്? അപ്പൊ അച്ഛനെ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അവൾ ചിരിക്കുന്നു. ഞാൻ എന്താ ചിരിക്കുന്നേ? അപ്പൊ അച്ഛൻ പറഞ്ഞു, സാറേ ഇത് അവൾ എന്ത് ചെയ്താ സമ്മതിക്കുന്നില്ല മാരേജ്. നമ്മൾ ആ വഴി വന്ന ആ കേസിലെടുക്കുന്നതിന്റെ വഴി വന്ന കാര്യമാണ് ഞാനീ പറഞ്ഞത്. അവള് സമ്മതിക്കുന്നില്ല കല്യാണത്തിന്. അതെന്താടോ സമ്മതിക്കാത്ത? കല്യാണം കഴിക്കണ്ടായോ? ഒരു കുടുംബമൊക്കെ ആകണ്ടേ എന്നൊക്കെ പറഞ്ഞു. അല്ല, അവള് പറയുന്നത് അവളുടെ കൂട്ടത്തിൽ ആരാണ്ട് ഇങ്ങനെ കല്യാണം കഴിച്ച് ഡിവോഴ്സ് ചെയ്യും പെട്ടെന്ന് തന്നെ. എനിക്കും അങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെയുള്ള പേടിയുണ്ട്. അതുകൊണ്ടാണ് എന്ന് അച്ഛനാ പറഞ്ഞ എൻ്റെ അക്കലെ. ഞാൻ പറഞ്ഞു, ഒരു ഡിവോഴ്സ് ചെയ്യുന്നതിന് എന്താ കുഴപ്പമിരിക്കുന്നത്? ഡിവോഴ്സ് ചെയ്യണം. എടാ, പറ്റാത്ത ഒരുത്തിന്റെ കൂടെ എങ്ങനെ ഈ ആജീവനാന്തകാലം ജീവിക്കുന്നത്? അവനെ ദൂരെ കളയണം, അതാ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. എന്ന് വിചാരിച്ച് കല്യാണം കഴിക്കാതിരിക്കുന്നത് ഒരു 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 നല്ല കാര്യമല്ല. കല്യാണം കഴിച്ചത് എനിക്ക് പറ്റത്തില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യണം. എടാ, ഇത് ടെമ്പറമെന്റൽ ഇൻകോമ്പറ്റിബിലിറ്റി ഈസ് ദ മെയിൻ റീസൺ ഫോർ ഡിവോഴ്സ്. അവനെ ജീവിതകാലം മുഴുവൻ ചുമക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് അത് ഡിവോഴ്സിങ് എന്ന് പറയുന്നത് അത് നമ്മുടെ നാട്ടിലാണ് അതൊരു പതിത്വം ഉള്ളത്. വലിയ രാജ്യങ്ങളിൽ പതിത്വമേ ഇല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലും പതിത്വമൊന്നുമില്ല. ഇഷ്ടമില്ലേ നമ്മൾ ഡിവോഴ്സ് ചെയ്യണം എന്ന് വിചാരിച്ച് കല്യാണം കഴിക്കാതിരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, സാറേ എന്നാ ഞാൻ പറഞ്ഞു, അതിൽ കാര്യം മോക്ക് ആരെങ്കിലുമായിട്ട് ഇതുണ്ടോ, ഈ ലവ് അഫെയർ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവള് ചിരിക്കുന്നു. ഞാൻ അച്ഛൻ്റെ ഒക്കെ പറഞ്ഞു. അപ്പോൾ ചിരിച്ചപ്പോ എനിക്ക് മനസ്സിലായി കാര്യം. അപ്പൊ ഞാൻ അവളുടെ അച്ഛൻ്റെ ഒക്കെ പറഞ്ഞു, നിങ്ങള് ഈ പഴയ കാലമല്ല, നമ്മളൊക്കെ കല്യാണം കഴിച്ചത് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഇനിയിപ്പോ കുട്ടികളൊക്കെ വെച്ചാൽ അവരിഷ്ടമുള്ളവരെ അവര് സെലക്ട് ചെയ്യും. നമ്മൾ കല്യാണം നടത്തിച്ചു കൊടുക്കണം, അതാണ് വേണ്ടത്. നമ്മള് ആരും ഭൂമി ഈ പ്രളയം വരെയൊന്നും നമ്മളാരും ജീവിക്കാൻ പോകുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ അവർ 10 ദിവസമേ ജീവിച്ചിട്ടുള്ളെങ്കിൽ 10 ദിവസം അവർ ജീവിക്കട്ടെ, അതാണ് വേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ താല്പര്യം അതിനകത്തൊരു പ്രശ്നമൊന്നുമില്ല. മോളുടെ താല്പര്യമാണ് അതിന് പ്രധാനം. അതിന് ജാതിയോ മതമോ ഒന്നുമില്ല. ഒരു ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ കല്യാണം കഴിച്ച് അവർക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ അതിന് കല്യാണം കഴിച്ചു കൊടുക്കണം, അതാണ് നിങ്ങളുടെ ധർമ്മം എന്നൊക്കെ ഞാൻ ഇങ്ങനെ കുറെ പറഞ്ഞപ്പം അവള് എൻ്റെ ഭാഗത്ത് വന്നു. അപ്പൊ ഞാൻ പിന്നെ കൂടുതലായിട്ട് അതിനകത്ത് എൻ്റർ ചെയ്തില്ല. അത് കഴിഞ്ഞ് ഞാനൊരു കാര്യം ചെയ്യും, നിനക്ക് എന്തൊക്കെയായാലും ഞാൻ ഈ അപ്രഹെൻഷന് ഞാൻ മരുന്ന് തരാം,
എന്നിട്ട് പിന്നെയും എൻ്റെ ഒക്കെ വരണം, ജനറൽ ഡോക്ടറെ ഞാൻ വരാം, ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അർജന്റൻ നൈട്രിക്കം കൊടുത്തു വിട്ടിരിക്കുകയാണ്. അർജന്റൻ നൈട്രിക്കം 1 and 3 ഡോസ് കൊടുത്തു വിട്ടു. 2 ആഴ്ച കഴിയുമ്പോൾ ആ പെൺകുട്ടി എൻ്റെ ഒക്കെ വരും. അപ്പോൾ അത് അങ്ങനെ അത് സോൾവ് ആയി. പിന്നെ ഒരു കേസ് വന്നതെന്ന് വെച്ചാൽ ഒരാൾ വന്നത് എൻ്റെ കയ്യിൽ, അയാൾക്ക് ഡയറിയ. പലയിടത്തും പോയി കറങ്ങി തിരിഞ്ഞ് എൻ്റെ ഒക്കെ വന്നു. അത് ഇന്നാ ഡയറിയക്കാരൻ വന്നത്. ഡയറിയക്കാരൻ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു വീട്ടിലെ അച്ഛൻ, അമ്മ, 3 പിള്ളേര്. ഇവരെല്ലാവരും ഉച്ചയ്ക്ക് അവര് ഭക്ഷണം കഴിച്ചു. പക്ഷെ വീട്ടിൽ നിന്ന് തന്നെയാ കഴിച്ചത്. അതിന്റെ കൂട്ടത്തില് അയാളുടെ ചേട്ടനും ആരാണ്ട് ഉണ്ണിയപ്പം കൊണ്ടുവന്നായിരുന്നു. ആ ഉണ്ണിയപ്പം ഇവരെല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ഇയാളുടെ ഭാര്യ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും വയറ്റിളക്കവും ഛർദി. ബാക്കിയുള്ളവർക്കെല്ലാം വയറ്റിളക്കവും ഛർദി. അങ്ങനെ കുഞ്ഞിനെ ഞങ്ങളുടെ അടുത്ത ഒരു ഉർസല ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. പിന്നെ അച്ഛനും അമ്മയും ഏതാണ്ട് മരുന്ന് കഴിച്ചു. അവർക്ക് കുറച്ച് ആയുർവേദം എന്തോ കഴിച്ചു, കുറച്ച് കുറവുണ്ട്. പക്ഷെ ഇയാൾക്ക് കുറഞ്ഞു. പക്ഷെ അതിനുശേഷം ഇയാൾക്ക് ഇപ്പൊ സിവിയർ ഡയറിയ അതാണ് വന്നത്. അപ്പൊ അയാൾക്ക് ഒരു കേസ് ഹിസ്റ്ററി ഉള്ള എന്താ വെച്ചാൽ, ഇയാൾക്ക് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. ഞാൻ പറഞ്ഞു ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ഡയറിയ സ്റ്റോപ്പ് ചെയ്യാത്തത്. അങ്ങനെ അയാളുടെ കേസ് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് നക്സോമിക്കയാണ്. നക്സോമിക്ക ഞാൻ 10 ഒരു ഡോസ് കൊടുത്തു. 10 ഒരു ഡോസ് ഡിവൈഡഡ് ഡോസ് ആയിട്ട് കൊടുത്ത് ഇപ്പൊ വിട്ടിരിക്കുകയാണ്. അതും എനിക്ക് തോന്നുന്നത് കുറയാനാണ് സാധ്യത കൂടുതൽ. നക്സോമിക്കയുടെ സിംറ്റം ഉണ്ടായിരുന്നു. ഒരു നക്സോമിക്ക പേഴ്സണാലിറ്റിയാണ്. അതാണ് അയാളുടെ ആ ഇറിറ്റബിലിറ്റിയും അയാൾക്കുള്ള അംബീഷ്യസും പിന്നെ അയാൾക്ക് ഈ മദ്യപാനവും പിന്നെ ഈ എരിവ്, പുളി, ഉപ്പ് ഇതിനോടുള്ള ക്രേവിങ്സും ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ്. പിന്നെ ഈ ഭാര്യയോട് ദേഷ്യപ്പെടും എപ്പോഴും. അതാ ഭാര്യ എന്നോട് പറഞ്ഞ മെയിൻ ഒരു കാര്യം അതാണ്. അത്ര ഭയങ്കര ദേഷ്യമാണ് ഈ ചേട്ടന്. എന്ത് കാര്യം പറഞ്ഞാലും ഉടൻ ചീത്ത വിളിക്കും. ചിലപ്പം തല്ലാൻ പോലും വരും. ഞാൻ പറഞ്ഞിടൂ, അതൊക്കെ അസുഖത്തിൻ്റെയാ, അല്ലാതെ അയാളുടെ സ്വഭാവമൊന്നുമല്ല. അയാളൊരു നല്ല മനുഷ്യനാണ്, കുഴപ്പമൊന്നുമില്ല, തനിക്കത് തോന്നുവാണ് എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനം ഞാൻ നക്സോമിക്ക നമുക്ക് കൊടുത്തു. ഞാൻ പറഞ്ഞു ഇനി നോക്കിക്കോ, 2 ആഴ്ച കഴിയുമ്പോൾ താൻ വന്ന് പറയും ഇപ്പൊ ആ ചേട്ടൻ്റെ ഒക്കെ ഒരു കുഴപ്പമില്ല, നന്നായിട്ടാ പെരുമാറുന്നത് എന്നൊക്കെ പറയും. നോക്കിക്കോ, ഹോമിയോപ്പതി മരുന്നല്ലേ കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിട്ടു. ഇതൊക്കെയാണ് നമ്മുടെ പ്രാക്ടീസിന്റെ രഹസ്യങ്ങൾ. ഹോമിയോപ്പതി ഞാൻ പറയുന്നത് ഒരു വണ്ടർഫുൾ സിസ്റ്റമാണ്. അടുത്ത യുഗം ഹോമിയോപ്പതിയുടെയാണ്. അതിന് യാതൊരു സംശയമില്ല. കാര്യം വെച്ചാൽ അത്ര കണ്ട് മനുഷ്യര് മറ്റ് സിസ്റ്റത്തെ പലതും കഴിച്ച് ഫെഡപ്പായിട്ട് വന്നിരിക്കുന്നു. ഫെഡപ്പായിട്ട് ഒരു കൊച്ചുകുട്ടിയെ ഇന്ന് കൊണ്ടുവന്നു, ഇന്നെൻ്റെ ക്ലിനിക്കിൽ കൊണ്ടുവന്നു. ആ കൊച്ചുകുട്ടിയെ കൊണ്ടുവന്ന് ഒരു 3 വയസ്സ് പ്രായമുള്ള സ്കിൻ ഡിസീസാണ്. എന്നെ കാണിച്ചപ്പോൾ ആ കുഞ്ഞിന്റെ നഖമെല്ലാം ഉണ്ടല്ലോ ഇങ്ങനെ ചെതുക്ക് പിടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കൈയുടെ തൊലിയൊക്കെ ഒരുമാതിരി എന്താ പറയണ്ടേ, ഒരുമാതിരി ഗ്ലേസ്ഡ് ആയിട്ടുള്ള സ്കിന്ന്, വളരെ ഗ്ലേസ്ഡ് ആയിട്ടുള്ള സ്കിന്ന്. പിന്നെ ചൊറിച്ചിലുണ്ട്. ഇവര് അലോപ്പതി ട്രീറ്റ്മെന്റ് കഴിഞ്ഞാ വന്നിരിക്കുന്നത്. അത് കൂടാതെ ഒരു പ്രത്യേക സിംറ്റം എന്തെന്ന് വെച്ചാൽ, ഒരു സിംറ്റം ഉണ്ട്. ഞാനിതിങ്ങനെ കേസെല്ലാം ഒക്കെ എടുത്ത് ഞാൻ പറഞ്ഞു ഇത് സോറിയാസിസ് ആണെന്നാണ് തോന്നുന്നത്. മറ്റേ ഡോക്ടറൊന്നും അങ്ങനെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു അതിരിക്കട്ടെ, കേക്കാവോ? കേക്കാം. അത് മറ്റേ ഡോക്ടർ ഇത് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കറിയാൻ മേല. ഇപ്പൊ വേറെ ഒരു ഡോക്ടർ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല.
ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ ഇങ്ങനെയാണ്. നിങ്ങൾ കുട്ടിയുടെ ചുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾ ശ്രദ്ധിച്ചു ഡോക്ടറെ. അവിടെ അവളുടെ ചുണ്ടയില് ഒരു നീല കളറാണ്, ഒരു ബ്ലൂയിഷ് കളർ. ഞാൻ പറഞ്ഞു നാക്ക് നീട്ടാൻ പറഞ്ഞു. നാക്ക് നീട്ടിയപ്പോ നാക്കിലും ബ്ലൂയിഷ് കളർ. അപ്പൊ ഐ ഗോട്ട് ദ ക്ലൂ. ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചു. ഞാൻ ഈ കുട്ടിയുടെ സ്വഭാവം എങ്ങനെയാ? അത് പിന്നെ ഭയങ്കര ദേഷ്യമാണെന്ന് പറഞ്ഞു. ഭയങ്കര ദേഷ്യം. അതിന് ഞാൻ ഏതാണ്ട് അത് ഞാൻ ഓർക്കുന്നില്ല. ഒരു ബാക്ക് ഫ്ലവർ റെമഡി കൊടുത്തു. ഞാൻ കൊടുത്ത മെയിൻ മെഡിസിൻ എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് പ്ലംബം. പ്ലംബം 30. പ്ലംബം 30. പ്ലംബം 30 2 ഡോസ് കൊടുത്തു. ഒരു ഡോസ് ഇവിടെ വെച്ച് കൊടുത്തു. ഞാൻ പറഞ്ഞു ഒരു ഡോസ് രാത്രിയിലും കൊടുക്കാൻ പറഞ്ഞു. പ്ലംബം 30 കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ കാണാൻ പറഞ്ഞു. ഞാൻ ഇത് ഫർഗറ്റ് ചെയ്തു. ഏതാ സ്കിന്നിന്റെ അത് ഞാൻ ഫർഗറ്റ് ചെയ്തു. ഐ പ്രിസ്ക്രൈബ്ഡ് ഫോർ ദി ബ്ലൂയിഷ് കളർ ഓഫ് ദി ലിപ്സ് ആൻഡ് മൗത്ത്. അതിനാണ് ഞാൻ പ്രിസ്ക്രൈബ് ചെയ്തത്. അപ്പൊ അതിന് പ്രിസ്ക്രൈബ് ചെയ്യുമ്പം ദാറ്റ് ഈസ് എ റയർ പിക്കൂലിയർ അൺകോമൺ സിംറ്റം ആണ്. അതിനാണ് പ്ലംബം പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. വേറെ മെഡിസിൻ പറയുന്നുണ്ട്, നമ്മുടെ കെന്ററോപ്പറ്റിക്ക് അത് വേറെയും പറയുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് തോന്നിയത് പ്ലംബമാണ്. ഞാൻ പലതും എടുത്ത് നോക്കിയപ്പോഴും പ്ലംബമാണെന്നാണ് തോന്നിയത്. പ്ലംബം കൊടുത്തു, വെട്ടിരിക്കുക. ഇന്നത്തെ ഒരു കേസാ. വേറെ ഇന്ന് വേറെ കേസുകളൊക്കെ ഏണ്ടൊക്കെ വന്നു. ഒരു സംശയമുണ്ട് ഡോക്ടറെ. പറ സംശയമൊക്കെ. ഒരു നക്സോമിക്ക പേഷ്യന്റ് ആണ്. പല ഉം. കംപ്ലൈന്റിലും ഞാൻ എൻ്റെ റെഗുലർ പേഷ്യന്റ് ആണ്. അപ്പം സ്കിന്ന് ഇറിറ്റേഷൻ ഉണ്ടാകാറുണ്ട്, ആസ്മ ആൾട്ടർനേറ്റ് ചെയ്ത് വരാറുണ്ട്. അപ്പം നക്സോമിക്കയാണ് പേഷ്യന്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷെ നക്സോമിക്ക ഞാൻ പിന്നെ ആദ്യം കൊടുത്തത് ടെന്നമായിരുന്നു ആദ്യം കൊടുത്തത്. അപ്പൊ അഗ്രവേറ്റ് ചെയ്തു. പിന്നെ കുറെ നാൾ കഴിഞ്ഞ് പിന്നെ ആ മരുന്ന് കൊടുക്കാതെ ഇങ്ങനെ ആസ്പിഡോസ്പെർമയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ പിന്നെ ഇപ്പം ഈ അടുത്ത് ഒന്ന് അഗ്രവേറ്റ് ചെയ്തു. അപ്പം ഞാൻ 30 ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴും അഗ്രവേറ്റ് ചെയ്യുകയാണ്, കൂടുകയാണ്. ആസ്മയാണോ ആൾ? ആസ്മ. പിന്നെന്താ അതിന്റെ കൂടെ എന്താ സ്കിൻ ഡിസീസ് ഉണ്ടോ? സ്കിൻ ഡിസീസ് ഉണ്ട്, ഇച്ചിങ് ഉണ്ട്. ഡോക്ടറെ അത് വേറെ. ഇപ്പൊ ഈ സ്കിൻ ഡിസീസ് ആൾട്ടർനേറ്റ് വിത്ത് ആസ്മ, ദാറ്റ് കലാഡിയം ഇസ് ദ മെഡിസിൻ. ശരി. അത് മനസ്സിൽ വെച്ചു. കലാഡിയം ലോവർ പൊട്ടൻസി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇപ്പം തന്നെ 200 നമ്മൾ കൊടുക്കുവാണെങ്കിൽ ഒറ്റ ഡോസേ കൊടുക്കാവുള്ളൂ. കലാഡിയം ഇസ് വെരി ഡീപ്പ് ആക്ടിങ് ഡ്രഗ്. അപ്പോൾ അത് കലാഡിയം ഒരു ഡോസ്, ഒറ്റ ഡോസ് 30 ആണെങ്കിൽ നമുക്ക് 2-3 തിരയണം. ഞാനാണെങ്കിൽ അതിന് 50 മില്ലി സ്മെൽ കിട്ടുവാണെങ്കിൽ അതിൽ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അതാ അതിന്റെ കീനോട്ട് സിംറ്റം ആണ്. ശരി, താങ്ക് യു ഡോക്ടറെ. പിന്നെ ഇത് നമ്മള് ക്രോണിക് ഡിസീസ് ചികിത്സിക്കുമ്പോ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിച്ച് ചെയ്യണം. അതാണ് ഇപ്പൊ ഡോക്ടർ നക്സോമിക്ക എന്ന് പറഞ്ഞില്ലേ, നക്സോമിക്ക കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുക്കുമ്പോ ഇപ്പൊ സൾഫർ എന്നും പറഞ്ഞില്ലേ, ഇത് സൾഫർ ഉണ്ട്, സൾഫർ വരും. സൾഫർ ആന്റി സോറിക്കാണ്. ഡോക്ടറെ ഞാൻ സൾഫർ 0/3 ഒരു ഡോസ് അതിന്റെ ഇടയ്ക്ക് കൊടുത്തു കഴിഞ്ഞിട്ടും അത് ഒന്നും കുറയുന്നില്ല. എല്ലാം ഇങ്ങനെ എന്ത് കൊടുക്കുമ്പോഴും അതൊന്നും കൂടുകയാണ്. ആകെ കുറയുന്നത് ഈ ആസ്പിഡോസ്പെർമയ്ക്ക് നല്ല ഇത് ആശ്വാസം കിട്ടുന്നതാണ്. അത് പത്തോളജിക്കൽ ആക്ഷൻ അല്ലേ ഡോക്ടറെ? അത് പത്തോളജിക്കൽ ആക്ഷൻ ആണ്. അത് ആസ്പിഡോസ്പെർമ ഈസ് എ വണ്ടർഫുൾ, ദാറ്റ് ഈസ് എന്താ ഡിജിറ്റാലിസ് ഓഫ് ലങ്സ് ആണ് ആസ്പിഡോസ്പെർമ എന്ന് പറയുന്നത്. അതെ, അത് കൊടുക്കുമ്പോ നല്ല ആശ്വാസമുണ്ട്. അതിലാണ് എപ്പോഴും നിൽക്കുന്നത്. ഇത് ഈ ആസ്മ കേസ് ചികിത്സിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മള് ഈ തെർമൽ റിയാക്ഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആസ്മ കേസസിന്. അത് തെർമൽ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ പറയാം, നമ്മുടെയൊക്കെ ഒരു പേഷ്യന്റ് വന്നു, ആസ്മയായിട്ട് വന്നു. ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ്, ഞാൻ ആദ്യമൊക്കെ കേസൊക്കെ ഒരുമാതിരിയൊക്കെ ചോദിച്ചെല്ലാം മനസ്സിലാക്കി അതിനകത്ത് എഴുതും. കാര്യം അത് ആദ്യം അത് ചോദിച്ചില്ലെങ്കിൽ അവർക്കൊരു താല്പര്യക്കുറവ് വരും. എപ്പോഴാണ് ഇത് കൂടുന്നത്, ഏത് പൊസിഷനിൽ ഇരിക്കുമ്പോഴാണ് കുറയുന്നത്, മലന്ന് കിടക്കുമ്പോഴാണോ അതോ ചെരിഞ്ഞു കിടക്കുമ്പോഴാണോ,
അല്ലെങ്കിൽ നീ ഏതെങ്കിലും നീ ചെസ്റ്റ് പൊസിഷനിലാണോ, ഇല്ലെങ്കിൽ അതൊക്കെ ഞാൻ ആ മൊഡാലിറ്റീസ് ഞാൻ എപ്പോഴും ചോദിച്ച് അവിടെ നോട്ട് ചെയ്തു. അടുത്ത എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എങ്ങനാ സാധാരണയായിട്ട് ചൂടുവെള്ളത്തിലാണോ കുളിക്കുന്നത്, തണുത്ത വെള്ളത്തിലാണോ കുളിക്കുന്നത് ചോദിക്കും. അപ്പം ചില പേഷ്യൻസ് പറയും ഞാൻ ചെറു ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത്. അപ്പൊ ഞാനത് നോട്ട് ചെയ്ത് വെക്കും, ചെറു ചൂടുവെള്ളത്തിലാണല്ലോ കുളിക്കുന്നത് എന്ന് വിളിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കും, നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ ഫാൻ ഇട്ട് കിടക്കുമോ, ഫാൻ ഇടാതെ? അപ്പൊ അവര് ചില പേഷ്യന്റ് പറയും ഫാൻ ഇട്ട് കിടക്കും, ചില പേഷ്യന്റ് പറയും ഫാൻ ഇടത്തില്ല എന്ന് പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ അത് നോട്ട് ചെയ്ത് കിടക്കും. അപ്പൊ ഇവർ ആദ്യം പറഞ്ഞു ചെറു ചൂടുവെള്ളത്തിലാ കുളിക്കുന്നത്, അവര് പറയുന്നു ഫാൻ ഇടത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഫാൻ ഇട്ടാൽ പുതച്ചു കിടക്കുമോ, ഫാൻ ഇട്ടിട്ട് പുതച്ചു കിടക്കുമോ? അപ്പൊ നമ്മൾ ആ ഫാൻ ഇട്ടിട്ട് പുതച്ചു കിടക്കുന്ന പേഷ്യന്റിനും ഫാൻ ഇടാതെ കിടക്കുന്ന പേഷ്യന്റിനും രണ്ട് മരുന്നാണ്. അത് അടുത്ത നമ്മളെ ചോദ്യം എന്താ, നിങ്ങൾ ചായയാണോ കുടിക്കുന്നത് അതോ വെറും വെള്ളമാണോ കുടിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ഞാൻ ചുമ്മാ ലീഷർലി ആയിട്ട് അവരുടെയൊക്കെ പറയും. പല ആൾക്കാരും പല രീതിയിലാണ്. ചില ആൾക്കാർ നല്ല ചൂടോടെ ഊതി കുടിക്കും, ചില ആൾക്കാർ അങ്ങനല്ല, ചെറു ചൂടോടെ കുടിക്കും, ചില ആൾക്കാർ തണുപ്പിച്ച് കുടിക്കും എന്ന് പറയും. അപ്പൊ അവിടെ നമുക്ക് ഡിഫറൻഷിയേഷൻ കിട്ടി. അതായത് ആംഫി തെർമലുകാരൻ എന്താ ചെയ്യുന്നത്, ആംഫി തെർമലുകാരൻ എന്ന് പറയുന്നത് ഈ ചെറു ചൂടോടുകൂടി ആണ് കുടിക്കുന്നത്. അതേസമയം ചില്ലി ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ്, ഇപ്പൊ കാലികാർബോ ഇല്ലെങ്കിൽ ആഴ്സനിക് ആൽബോ ഒക്കെ ആണെങ്കിലുണ്ട് ആ പേഷ്യന്റ് നല്ലപോലെ നല്ല ചൂടിലാണ് കുടിക്കത്തുള്ളൂ, ഊതിയേ കുടിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് അവിടെ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ ഇയാൾ നമ്മൾ വന്ന വഴി അതിൽ ചെറു ചൂടുവെള്ളത്തിലേ കുളിക്കത്തുള്ളൂ, ഫാൻ ഇടത്തില്ല, ഇങ്ങനെ നല്ല ചൂടോടുകൂടി നല്ല ചായയൊക്കെ ഊതിയേ കുടിക്കത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ആള് ചില്ലിയാണെന്ന് കിട്ടി. അപ്പൊ നമ്മൾ പല മരുന്നുകൾ മാറ്റിക്കഴിഞ്ഞു. പിന്നെ അടുത്ത ചോദ്യം നമ്മുടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വിയർക്കുന്ന ആളാണോ വിയർക്കാത്ത ആളാണോ എന്ന് ചോദിക്കും. അപ്പം വിയർക്കുന്ന ആളാണെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ മെഡിസിൻ ചേഞ്ച് ചെയ്തു. ആഴ്സനിക് ആൽബം കാലികാർബും എല്ലാം പോയി. നമ്മൾ നേരെ വന്നു, എങ്ങോട്ട് വന്നു? നമ്മൾ പിന്നെ അടുത്ത മെഡിസിനിലേക്ക് പോയി. എന്താ ദാറ്റ് ഈസ് അങ്ങനെ വരുന്ന പേഷ്യന്റിനാണ് ദാറ്റ് ഈസ് സിലീഷ്യ ഇസ് ദ മെഡിസിൻ. അതായത് സ്വെറ്റ് ചെയ്യുന്നു. അവിടെ നമ്മൾ പിന്നെ വേർതിരിക്കും. നിങ്ങളുടെ വിയർക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു, നിങ്ങൾ തലയാണോ നിങ്ങളുടെ കൂടുതൽ വിയർക്കുന്നത് അതോ ദേഹമാണോ കൂടുതൽ വിയർക്കുന്നത് എന്ന് ചോദിക്കും. അത് ഡോക്ടറെ എൻ്റെ തലയാ കൂടുതൽ വിയർക്കുന്നത്. അപ്പൊ ഐ കൺഫേംഡ്, ഞാൻ ദാറ്റ് ഈസ് സിലീഷ്യ. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത ചോദ്യം, ഇനി എനിക്കത് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്, ഈ നിങ്ങൾക്ക് എന്തെങ്കിലും വാസനകളുണ്ട് എന്ന് ഞാൻ ചോദിക്കും. അപ്പൊ അവര് അതായത് ഈ എന്തെങ്കിലും പാട്ട് പാടുകയോ ഡാൻസ് കളിക്കുകയോ പാട്ട് കേൾക്കാനുള്ള താല്പര്യമോ പടം വരെയോ അങ്ങനെ വല്ലതും ഉണ്ടോ? അപ്പൊ അവര് പറയും ഡോക്ടറെ ഇവള് ഭയങ്കര ഡാൻസുകാരിയാണ്. പിന്നെ എനിക്ക് വേറെ ഒന്നും നോക്കണ്ട, ഞാൻ ഐ വിൽ ഗിവ് സിലീഷ്യ 10 ഡോസ്. എന്നിട്ട് പിന്നെ അതിന്റെ അക്യൂട്ട് റെമഡീസ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ബ്രോങ്കൈറ്റിസിനോ ആസ്മയ്ക്കോ ഒക്കെ ചികിത്സിക്കുമ്പോൾ നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുക്കുന്നതിനോട് ഒപ്പിച്ച് തന്നെ നമ്മൾ ഒരു അവർക്ക് ആശ്വാസത്തിന് വേണ്ടിയിട്ട് മുമ്പേ ഡോക്ടർ പറഞ്ഞ കണക്ക് ആസ്പിഡോസ്പെർമയോ ബ്ലാറ്റായോ ഇല്ലെങ്കിൽ എന്താണ് ഈ ചുമക്കൊക്കെ ഉള്ള സ്പോഞ്ചിയായോ അങ്ങനെ ഏതാണ് ഒരു പത്തോളജിക്കൽ റെമഡി അവിടെ പറ്റി വരുന്നതെന്ന് വെച്ചാൽ അതും കൂടെ നമ്മൾ കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ പേഷ്യന്റ് വിട്ടുപോകും. കാര്യം കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുക്കും. പിന്നെ ആഴ്സനിക് ആൽബൊക്കെ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ സിംഗിൾ ഡോസ് ആയിട്ട് കൊടുക്കാവുള്ളൂ. ആഴ്സനിക് ആൽബ് കൊടുക്കുമ്പോൾ എപ്പോഴും സിംഗിൾ ഡോസേ കൊടുക്കാവൂ, ഇല്ലെങ്കിൽ എന്തൊരു അഗ്രവേറ്റ് ചെയ്യും. ആഴ്സനിക് ആൽബിന് അങ്ങനെ കുഴപ്പമുണ്ട്. ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പിന്നെ ആ അഗ്രവേഷൻ കുറയ്ക്കാൻ പറ്റത്തില്ല. അലോപ്പതി ആശുപത്രിയിൽ പോയി കിടക്കുക നിർവാഹമുള്ളൂ, കിടന്നാലും ഉടനെ കുറയത്തില്ല. ഹോമിയോപ്പതിക്ക് അഗ്രവേഷൻ കൊണ്ട് അലോപ്പതിക്കാർക്ക് ഒരു ചുക്ക് ചെയ്യാൻ പറ്റും. ഹോമിയോപ്പതിക്ക് മെഡിസിനൽ അഗ്രവേഷൻ വന്നാൽ അലോപ്പതി ചെന്നാൽ തലകുത്ത് നിന്നാൽ അത് കുറയത്തില്ല. അത് പിന്നെ അതിൻ്റെതായിട്ടുള്ള സമയം എടുത്ത് മാത്രമേ കുറയൂ. അവർക്ക് അറിയാനുമല്ലോ ഹോമിയോപ്പതി മരുന്ന് കഴിച്ചു എന്ന് ഇവർ പറഞ്ഞാൽ പോലും അവർക്ക് അറിയാൻ മേല. അതുകൊണ്ട് നമ്മുടെ അഗ്രവേഷൻ എപ്പോഴും പ്രധാന ഒരു ഘടകമാണ്. അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഇത് സമയത്ത് ചുമയോ ഓക്കാനമോ വല്ലതും ഉണ്ടെങ്കിൽ ഇത് വരുമ്പോൾ ഉണ്ടെങ്കിൽ യു ക്യാൻ പ്രിസ്ക്രൈബ് എപ്പിക്കാക്ക് എലോങ് വിത്ത് ദാറ്റ് ഈസ് എ പത്തോളജിക്കൽ റെമഡി. എപ്പിക്കാക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചുമച്ച് ഓക്കാനും ഇതിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഡ്രോസേറ എലോങ് വിത്ത് ദാറ്റ് യു ക്യാൻ ഗിവ്. ഇതെല്ലാം അക്യൂട്ട് റെമഡീസ് ആണ്. അപ്പൊ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുക്കുമ്പോൾ
അതിനോന്റെ കൂട്ടത്തിൽ അക്യൂട്ട് റെമഡീസും കൂടെ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് പഠിക്കണം. അതും കൂടെ ചെന്നെങ്കിൽ മാത്രമേ ഇത് കുറയത്തുള്ളൂ. അത് ഏത് മരുന്നും ആകാം. ആസ്പ്ലസ്പമ ആവാം, സ്പോഞ്ചി ആവാം, ഇല്ലെങ്കിൽ ഡ്രൊസേറ ആവാം, ഏത് വേണമെങ്കിലും ആവാം. ഡിപ്പെൻസ്. അതെല്ലാം നമ്മൾ അറിയുകയും പഠിച്ചിരിക്കുകയും വേണം. ആസ്മ സുഖമായിട്ട് ചികിത്സിക്കാം, നോ പ്രോബ്ലം. പക്ഷെ എല്ലാരെയും ചികിത്സിക്കാന്ന് ഞാൻ പറയത്തില്ല. ഈ ജീവിതകാലം മുഴുവൻ കോർട്ടിസോണും എടുത്ത് പൈപ്പും അടിച്ചുകൊണ്ട് നടക്കുന്ന ആളിനെ നമ്മൾ എന്തോന്ന് ചികിത്സിക്കാനാ? ഞാൻ പറയും, നിങ്ങൾ ഇത് ജീവിതകാലം മുഴുവൻ 55, 60 വയസ്സായി കഴിയുമ്പോഴത്തേക്ക് ഡോക്ടറെ എന്റെ ആസ്മ ഭേദമാക്കി തരാമോ? ഞാൻ പറഞ്ഞു, ഞാൻ ഒരു നിർവാഹവും ഇല്ല. ഇത്രയും കാലം നിങ്ങൾ അടിച്ചോണ്ടിരുന്ന ഞാൻ ലങ്സിന്റെ പടം വരച്ച് കാണിച്ചു കൊടുക്കും. നിങ്ങളുടെ ലങ്സ് ഇപ്പൊ ഇങ്ങനെ ആയിരിക്കുന്നത്. അതായത് വികസിക്കേണ്ട ലെൻസ് ഇപ്പോഴും വികസിച്ച് തന്നെ ആയിരിക്കുന്നത്. അത് ചുരുങ്ങലില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ചുരുങ്ങാനും വികസിക്കാനുമുള്ള ലെങ്സിന്റെ കാപ്പാസിറ്റി നിങ്ങളുടെ പോയി. ഇനി ഇത് ഭേദമാവാനൊന്നും പോകുന്നില്ല എന്നുള്ള ഫ്രാങ്ക് ആയിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അശ്വൻ നമുക്ക് ചികിത്സിക്കാം, കൊച്ചു കുഞ്ഞുങ്ങളെ അല്ലാത്തവരെയൊക്കെ നമ്മൾ ചികിത്സിച്ചും ഭേദമാക്കും. ഏതായാലും സലീം കുമാർ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ 10 മണി വരെയുള്ള സ്റ്റോക്ക് ഹരിഹരൻ ഡോക്ടറുടെ ഉണ്ടെന്ന് പറഞ്ഞതുപോലെ കൃത്യം 10 മണി വരെ ഇന്നത്തെ നമ്മുടെ ഈ ചർച്ച വിജയകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റി. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ധനേഷ് ഡോക്ടർ, പിന്നെ അതിനുശേഷം ലതാ മനോഹരൻ ഡോക്ടർ, ജയലളിത ഡോക്ടർ, സലീം കുമാർ ഡോക്ടർ, ഇതിലെല്ലാം ഉപരിയായി നമ്മുടെ ഹരിഹരൻ ഡോക്ടർ ഇതിന്റെ പൂർത്തിയാക്കി. എത്രയും ഭംഗിയായിട്ട് ഇന്നത്തെ ഈ ക്ലാസ് നമുക്ക് നടത്തി. അത് എല്ലാവർക്കും പ്രാക്ടിക്കലായിട്ട് പ്രയോജനമുള്ള രീതിയിൽ നമുക്ക് നല്ലൊരു ക്ലാസ് ആണ് ഇന്ന് നമുക്ക് കിട്ടിയത്. എല്ലാവർക്കും ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഇന്നത്തെ ഈ സൂമിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി അറിയിക്കട്ടെ. അങ്ങനെ നമ്മുടെ 1386 സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ശരി ഡോക്ടറെ, വളരെ നല്ല കാര്യം. എന്താണ് സന്തോഷമായത്? എനിക്ക് ചിലപ്പോഴേ ഞാൻ ഇങ്ങനെ ഇത് വരാറുള്ളൂ. കാര്യം എന്താ വെച്ചാൽ അതൊരു മൂഡാണ്. കഴിഞ്ഞ ദിവസം സെപ്പിയ പറഞ്ഞ കണക്ക് സെപ്പിയ എടുത്തപ്പോഴും ഒരു മൂഡാ. ഇത് ഇഷ്ടമാ ഈ ഹോമിയോപ്പതി. ഡോക്ടറെ, ഹോമിയോപ്പതി കൊണ്ടല്ലേ നമ്മൾ ഇതെല്ലാം ഇങ്ങനെ ആയത്. അപ്പം നമ്മുടെ കൂട്ടത്തിൽ മറ്റുള്ളവരും ഇങ്ങനെയൊക്കെ ആയി വരണം എന്ന്. ഇനി വേറൊരു കേസ് ഉണ്ടായിരുന്നു, ഞാൻ പറയുന്നില്ല. സമയം 10 ആയില്ലേ? നാളെ നമുക്ക് സേൽ സാറിന്റെ പ്രോഗ്രാം തന്നെ വെക്കാം. സാറ് നാളെ ആയിരുന്നു പറഞ്ഞത്. അപ്പൊ ഞാൻ ഇന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇന്ന് ഏതായാലും ഹരിഹരൻ ഡോക്ടർ എല്ലാം വന്ന് ഗംഭീരമായ ഒരു ദിവസമാക്കി നമുക്ക് മാറ്റി. ഇനി നാളെ നമുക്കത് തുടരാം. സേൽ സാറിനുള്ള പരിപാടിയായിട്ട് നാളെ തുടരാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ശുഭരാത്രി നേരം. ഡിസ്കഷൻ ആയി എപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതെ. ഡിസ്കഷനാണ്. സാറ് പ്രത്യേകം വരണേ. കുറച്ചു നാൾ കാണാതിരുന്നപ്പോ ഞങ്ങൾക്കൊരു വിഷമമായിരുന്നു. കുറച്ച് ദിവസങ്ങളിൽ സാറ് കേറുന്നില്ലായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ല, ഒരു മൂഡ്. അത്രേ ഉള്ളു. വേറെ കാര്യം IAPS ഇന്റർനാഷണൽ നല്ല ഒത്തിരി പേർക്ക് പ്രയോജനമായ ഒരു ഇതാണ്. അത് വളരെ വളരെ നല്ലതാണ്. എന്തായാലും കുറുപ്പിന്, നമ്മുടെ ഡോക്ടർ കുറുപ്പ് സുഖമില്ലാതിരിക്കുകയാണല്ലോ, അറിഞ്ഞായിരുന്നു നിങ്ങളൊക്കെ? ഇന്നലെ ഒന്ന് കേറിയായിരുന്നു. ഇന്നലെ ഒന്ന് കേറി, പക്ഷെ അവസാനം തീരാറായപ്പോ ഒന്ന് കേറി. സാറ് പ്രത്യക്ഷത്തിൽ വന്നില്ല. എന്താണ് പറ്റിയ അസുഖം? അത് വാർദ്ധക്യ സഹജമായ അസുഖമാണ്. അതിലെ അതിനകത്തൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ വന്നായിരുന്നല്ലോ. നാട്ടിൽ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ടെമ്പറേച്ചർ പോലെ വന്നു, അൺകോൺഷ്യസ് ആയി, അറിയാതെ മൂത്രമൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ഇവിടുന്ന് അവിടെ ചെന്നതിന് ശേഷം ഡീറ്റെയിൽ ചെക്കപ്പ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ കംപ്ലീറ്റ് റെസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞു റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഒത്തിരി സ്ട്രെയിൻ ചെയ്യും ഡോക്ടർ. എന്തായാലും സാറിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.